أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان. وله الجوار المنشآت في البحر كالأعلام فبأي آلاء ربكما تكذبان. كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام. فبأي آلاء ربكما تكذبان. لا بشيء من آلائك ربنا نكذب فلك الحمد. صدق الله مولانا العلي العظيم. صدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ അല്ലാഹു ചേർക്കുമാറാകട്ടെ. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടുന്നവരാക്കി തരുമാറാകട്ടെ. അവന്റെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അവിടുത്തെ സ്വഹാബിനോടും അല്ലാഹുവിന് വേണ്ടി ജീവിച്ചവരോടും സ്നേഹമുള്ളവരാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും തെറ്റുകൾ പുറത്തു തരട്ടെ, നമ്മളൊക്കെ ശുദ്ധിയാക്കി തരട്ടെ. അല്ലാഹുവിന് ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹു അവരിൽ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ മക്കളിൽ അസുഖമുള്ളവർക്ക് ശിഫയാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തും സലാമത്തും കൊടുക്കണേ അല്ലാഹ്. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിലും കരയിലും മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അല്ലാഹു വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ വലിയ നിഅമത്തുകൾ ഓരോന്നും ചെറിയ നിസ്സാരമായി നമ്മൾ തോന്നുന്ന ഒരു ചെറിയ കൊച്ചു സാധനങ്ങളാണ്. മുത്തുകൾ, പവിഴങ്ങള്, കല്ലുകൾ. യാഖൂത്തുൻ ഹജറുൻ ലാ കൽ ഹജരി മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശരി. കല്ലുകളിൽ സാധാരണ കല്ലുകളുണ്ട്, വളരെ പ്രഷ്യസ് സ്റ്റോൺസ്, അല്ലെ, നല്ല വിലമതിക്കാനാവാത്ത കല്ലുകളുണ്ട്. യാഖൂത്തുൻ ഹജറുൻ ലാ കൽ ഹജരി. മരതകം എന്ന് പറയുന്നത് സഫയർ, അതൊരു കല്ലാണ്, പക്ഷേ മറ്റു സാധാ കല്ലുകളെ പോലെയല്ല.
മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശരി, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരാണ്, പക്ഷേ ലാ കൽ ബശർ, മറ്റു മനുഷ്യരെ പോലെയല്ല. യാഖൂത്ത് കല്ലാണ്, സഫേർ ഒരു കല്ലാണ്, പക്ഷെ മറ്റു കല്ലുകളെ പോലെയല്ലല്ലോ. യഫദ്ദുലു ബഅ്ദുഹാ ബഅ്ദാ, അല്ലാഹു ചില വസ്തുക്കളെ ചിലതിനേക്കാളും അല്ലാഹു ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികൾ തന്നെയാണ്. ഇരുമ്പ് അല്ലാഹു വെച്ച ലോഹമാണ്, പക്ഷെ നമുക്ക് സ്വർണത്തിനോട് ഇഷ്ടമാണ്. ഇരുമ്പിന്റെ വളയൊന്നും ആരും കെട്ടി നടക്കുന്നില്ലല്ലോ. സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ വല്ല അങ്ങേയറ്റങ്ങൾ ഫോർവേഡായി ചിന്തിക്കുന്നവരൊക്കെ ആരെങ്കിലും വല്ല കളിക്കാരൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വള കെട്ടി നടക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. പക്ഷെ അതൊരു വിലമതിക്കാനാവാത്ത സാധനം എന്നതുകൊണ്ടല്ല, ചിലരുടെ ചില ഐഡന്റിറ്റികൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പണികളാണ്. ഓക്കെ, അള്ളാഹുവിന് ഇഷ്ടമുള്ളതിൽ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഫോളോ ചെയ്യാനും പാടുള്ളൂ. ഇരിക്കട്ടെ. ചില ലോഹങ്ങൾക്ക് അല്ലാഹു ശ്രേഷ്ഠത കൊടുത്ത പോലെ, കല്ലുകൾക്ക് അല്ലാഹു മഹത്വം കൊടുത്ത പോലെ, അവരിൽ ഏറ്റവും ശ്രേഷ്ഠരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരെമ്പാടുണ്ട്, പക്ഷേ അമ്പിയാക്കന്മാർ പ്രഷ്യസ് സ്റ്റോണുകളാണ്. ഉദാഹരണം പറയാം, അവരിൽ യാഖൂത്തോ സബർജദോ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാറ്റിലും അല്ലാഹു ചില പ്രയോറിറ്റികൾ വെക്കുകയാണ്. ഇത് പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ കഴിയും. യഖ്റുജു മിൻഹുമ അൽ-ലുഅ്ലുഉ വൽ മർജാൻ ലറബ്ബിൽ മശ്രിഖൈനി വറബ്ബിൽ മഗ്രിബൈൻ. രണ്ട് മശ്രിഖിന്റെയും രണ്ട് മഗ്രിബിന്റെയും ഉടമസ്ഥനാണ് അല്ലാഹു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹുവിന്റെ ഏത് ദൃഷ്ടാന്തങ്ങളാണ് മനുഷ്യരെ, ജിന്നുകളെ നിങ്ങൾ നിഷേധിക്കുന്നത്? ഖുർആൻ ജിന്നുകൾക്കുമുള്ള അല്ലാഹുവിന്റെ കലാമാണ് എന്ന് ശരിക്കും ബോധ്യപ്പെടുത്തുന്ന ഒരു സൂറയാണ് സൂറത്തുർ റഹ്മാൻ. ഒരേപോലെയാക്കാം മനുഷ്യരെ ജിന്നുകളെ. തുകദ്ദിബാനി, നിങ്ങൾ രണ്ടു കൂട്ടർ. മനുഷ്യരോട് മാത്രമാണെങ്കിൽ തുകദ്ദിബ്, തുകദ്ദിബൂൻ എന്ന് പറഞ്ഞാൽ മതി. തുകദ്ദിബാനി, നിങ്ങൾ രണ്ടുപേരും നിഷേധിക്കുകയാണോ? നിങ്ങൾ രണ്ടു കൂട്ടരും നിഷേധിക്കുകയാണോ? നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്കുകൊണ്ട് പറയലല്ല, അത് മാത്രമല്ല. ചില വിചാരിക്കും അങ്ങനെയാണ്. അല്ല, നിഷേധം എന്ന് പറയുന്നത് പ്രവൃത്തിയിലൂടെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്, എല്ലാ നിഅമത്തിന്റെയും ദാതാവെന്ന്. ഫഅറഫ അൽ മുൻഇം ഫശക്കറ നിഅമ. നിഅമത്ത് തരുന്നവൻ ആരാണെന്ന് അറിഞ്ഞാൽ ആ നിഅമത്തിന്റെ ശുക്റാണത്. നിഅമത്ത് കിട്ടുന്ന ആളുകൾക്ക് അല്ലാഹുവിനോട് ചെയ്യേണ്ട ബാധ്യതയാണ് ശുക്റുൻ നിഅമ. നിഅമത്തിന് ശുക്ർ ചെയ്യണം. ആ ശുക്ർ എങ്ങനെയാണ്? നമ്മുടെ പ്രവൃത്തിയിൽ വരണം, നമ്മുടെ വാക്കിൽ വരണം, നമ്മുടെ മനസ്സിൽ വരണം, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വരണം. ഇതൊക്കെ ശുക്റാണ്. മനുഷ്യന്റെ ഖൽബ് കൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഈ ശുക്ർ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹുവിന്റെ ഏത് ദൃഷ്ടാന്തങ്ങളാണ് മനുഷ്യരെ, ജിന്നുകളെ നിങ്ങൾ നിഷേധിക്കുന്നത്? മറജൽ ബഹ്റൈനി യൽതഖിയാൻ. രണ്ട് സമുദ്രങ്ങളെ കൂട്ടിയോജിപ്പിക്കുകയും, ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. ഒന്ന് മറ്റൊന്നിനെ അതിക്രമിച്ചു കടക്കാത്ത വിധം രണ്ട് കടലുകൾക്കിടയിൽ അവയുടെ സ്വഭാവങ്ങൾ കൂട്ടിയോജിക്കാതെ ഒന്ന് അതിന്റെ സ്വഭാവത്തിലും മറ്റൊന്ന് അതിന്റെ സ്വഭാവത്തിലും നിലനിർത്തി വെള്ളങ്ങൾക്കിടയിൽ ഒരു ബാരിയർ, ഒരു മറ വെച്ചവനാണല്ലോ അല്ലാഹു. ലാ യബ്ഗിയാനി, രണ്ട് സമുദ്രങ്ങൾ പരസ്പരം അതിക്രമിച്ചു കയറുന്നില്ല. ശുദ്ധവെള്ളം, പുഴയും കടലും കൂടി ചേർന്നിടത്ത്, രണ്ട് കടലുകൾ കൂടി ചേരുന്നിടത്തൊക്കെ ഈ അത്ഭുതമുണ്ട് നമ്മൾ പറഞ്ഞു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹുവിന്റെ ഏത് ദൃഷ്ടാന്തങ്ങളാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അല്ലാഹുവിനെ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ കാണുന്ന കടലിൽ സഞ്ചരിക്കുന്ന ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ അല്ലാഹുവിനെ കാണുന്നില്ലേ? ആകാശത്തേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളിൽ നിങ്ങൾക്ക് റബ്ബിനെ കാണാൻ പറ്റുന്നില്ലേ? അതാണ് അല്ലാഹുവിന്റെ ചോദ്യം. യഖ്റുജു മിൻഹുമ അൽ-ലുഅ്ലുഉ വൽ മർജാൻ. ലുഅ്ലുഉം മർജാനും, മുത്തുകളും പവിഴങ്ങളും, അല്ലാഹു തആല മുത്തുകളും മരതകങ്ങളും വിലപിടിപ്പുള്ള കല്ലുകളും അല്ലാഹു കടലിൽ നിന്നും പുഴയിൽ നിന്നും പുറപ്പെടുവിക്കുന്നുണ്ടല്ലോ. അതൊരത്ഭുതമാണെന്ന് പറഞ്ഞു.
1940കളിൽ മാത്രമാണ് പുഴകളിൽ നിന്ന് മുത്തുകൾ കിട്ടുമെന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നത്. 1940. ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് പറഞ്ഞിരിക്കുക. ഒരു 80 കൊല്ലങ്ങൾക്ക് മുമ്പ് എത്രയായിട്ടുള്ളൂ? അല്ലെങ്കിൽ 40 കൂട്ടിയ 60, 70, 73 കൊല്ലമായിട്ടുള്ളൂ, 74 കൊല്ലമാകുന്നുള്ളൂ മനുഷ്യന് തിരിഞ്ഞിട്ട്. അല്ലാഹു തആല 21ാം നൂറ്റാണ്ടുകാരനോട് പറയാണ്, മിൻഹുമാ, പുഴയിൽ നിന്ന് മുത്ത് കിട്ടും, കടലിൽ നിന്നും കിട്ടും. فبأي آلاء ربكما تكذبان لا بشيء من آلائك ربنا نكذب فلك الحمد. പറഞ്ഞോളൂ, لا بشيء من آلائك ربنا نكذب فلك الحمد. നിന്റെ ഒരു ദൃഷ്ടാന്തങ്ങളും ഞങ്ങൾ നിഷേധിക്കുന്നില്ല അല്ലാഹ്. فلك الحمد, നിനക്കാണ് സർവസ്തുതിയും. وله الجوار المنشآت في البحر كالأعلام. وله, അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിന് ഉടമസ്ഥപ്പെട്ടതാണ്, അല്ലാഹുവിന്റെ അധികാരത്തിലുള്ളതാണ്. അൽ ജവാരിൽ മുൻഷആതു ഫിൽ ബഹരി, കടലുകൾക്ക് വേണ്ടി കടലുകളിൽ നിർമ്മിക്കപ്പെടുന്ന കപ്പലുകൾ. കൽഅലാം, വലിയ പർവ്വതങ്ങളെപ്പോലെ തോന്നിപ്പിക്കുന്ന വലിയ വലിയ തട്ടുകളുള്ള കപ്പലുകൾ അല്ലാഹുവിനുടമപ്പെട്ടതാണ്. മനുഷ്യനെ ഉണ്ടാക്കുന്നത്. ഈ കപ്പലുകൾക്ക് ഓടാൻ സമുദ്രത്തിന്റെ വെള്ളത്തിൽ സാന്ദ്രത കൊടുത്തവൻ അല്ലാഹുവാണ്. ഭൂമിയുടെ ഗ്രാവിറ്റി, ഒരു വസ്തുവിന്റെ ഉള്ളിലേക്ക് വലിക്കാനോ തള്ളാനോ ഉള്ള ഗ്രാവിറ്റിയുടെ പുഷ് ആൻഡ് പുൾ, ഇങ്ങനെ ഒരു സംവിധാനം അല്ലാഹുവിന്റെ ഭൂമിയുടെ ഉള്ളിൽ നിക്ഷേപിച്ചത് അല്ലാഹുവാണ്. കപ്പൽ മുങ്ങാതിരിക്കുന്നത്, വെള്ളത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അല്ലേ, നിങ്ങൾക്ക് സഞ്ചരിക്കണമെങ്കിൽ കപ്പലുകളാകാം, നിങ്ങൾക്ക് സാധനങ്ങൾ യഹ്മിലൂനഹ, ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വഹിക്കാൻ പറ്റാത്തിടത്തേക്ക് ചരക്കുകൾ കൊണ്ടുപോകുന്നില്ലേ കപ്പലുകൾ, ഒട്ടകങ്ങൾ നിങ്ങളെ സഹായിക്കുന്നില്ലേ, വാഹനങ്ങളിലൂടെ നിങ്ങൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ലേ എന്നർത്ഥം, ചരക്കുകൾ നിങ്ങൾ കൊണ്ടുപോകുന്നില്ലേ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഈ കെട്ടിടത്തിൽ ഇപ്പൊ നോക്കിയാൽ ഇവിടത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബിൽഡിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ്, ഇതിന്റെ വുഡൻ, ഈ മരങ്ങൾ എവിടുന്ന് വരാനാ? ഇവിടെ മരങ്ങളുണ്ടോ? ഇല്ല, പുറത്തുനിന്ന് വന്നിരിക്കണം. അത് ഫ്ലൈറ്റിലാവില്ല വന്നിട്ടുണ്ടാവുക, കപ്പലിലാ വന്നിട്ടുണ്ടാവുക, അല്ലേ? നമ്മളിരിക്കുന്ന കസേരകൾ, ഇതിന്റെ റക്സിൻ, ഇതിന്റെ അയൺ, ഇവിടെ അയൺ മൈനുകളില്ല, ഇരുമ്പിന്റെ മൈനുകൾ UAE-ലില്ല, പുറത്തുനിന്ന് വരണം. ഇതൊക്കെ കപ്പലുകളിൽ വലിയ വലിയ സ്റ്റീൽ ബാർസ്, ജവാരിൽ മുൻഷആത്ത് ഫിൽ ബഹരി, ഇതൊക്കെ അങ്ങനെ കൊണ്ടുവന്നതാ. ഈ ബിൽഡിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള കമ്പികൾ, ഇതൊക്കെ പുറത്തുനിന്ന് വരണം. ജവാരിൽ മുൻഷആത്ത്, ഇതൊക്കെ കപ്പലുകൾ ഉണ്ടായതുകൊണ്ടല്ലേ. കപ്പലുകളില്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് എത്തുമോ? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. വീട്ടിലിരിക്കുമ്പോഴും ഒരു ചെയറിലിരിക്കുമ്പോഴും ഉപയോഗിക്കുന്ന ഏത് സാധനം കൈകൊണ്ട് തൊടുമ്പോഴും അള്ളാഹുവിനെ ഓർമ്മ വരണം എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളോ ഗ്ലാസുകളോ എന്തായിക്കോട്ടെ, ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന സാധനങ്ങളാണ് ഓരോ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങൾക്കൊക്കെ നിഷേധിക്കാൻ കഴിയുമോ? ലാ ബിശൈഇൻ മിൻ ആലാഇക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യം വിളിച്ചു പറയുകയാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. കുല്ലു മൻ അലൈഹാ ഫാൻ. ഭൂമിക്ക് മുകളിൽ ആരൊക്കെയുണ്ടോ അവരൊക്കെ നശിക്കാൻ പോകുന്നവരാണ്, മരിച്ചുപോകും. കുല്ലു മൻ അലൈഹാ ഫാൻ. ഭൂമിക്ക് മുകളിലുള്ളവർ, മൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. അതും ലിൽ ആഖിൽ, ബുദ്ധിയുള്ളവരെ സംബന്ധിച്ച് പറയുന്ന പ്രയോഗമാണ് മൻ. ജിന്നുകൾ പെട്ടു, മനുഷ്യർ പെട്ടു, മലക്കളൊക്കെ പെട്ടു. മൻ എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളോട് നമ്മൾ അങ്ങനെ മൻ എന്ന് പറയില്ല. അവരെ സംബന്ധിച്ച് മൻ, മാ എന്നാ പറയാ, എന്ത് എന്നാ പറയാ. മൻ എന്ന ആരാണ്? മൻ അലൽ ബാബ്, ആരാ വാതിൽക്ക് വന്നത്? മൻ അലൽ ബാബ്. ഒരു പൂച്ച വന്നിരിക്കുന്നുണ്ട്, മാ അലൽ ബാബ്. എന്താ വാതിൽക്ക് കാണുന്നത്? പൂച്ചയാണോ നായയാണോ? മാ അലൽ ബാബ്. മൻ, ആരാപ്പ വന്നത്? മൻ എന്ന് പറയൂല. ആഖിലിൽ ഉപയോഗിക്കുന്ന പ്രോണോനാണ് മൻ. ബുദ്ധിയുള്ളവരെ സംബന്ധിച്ച് ഉപയോഗിക്കുന്ന സർവനാമമാണ് മൻ എന്ന് പറയുന്നത്. ഖബറിൽ ചോദ്യമുണ്ടല്ലോ,
മാ ഇമാമുക, ഏതാണ് നിന്റെ ഇമാം? ഇമാം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്തുടരുന്നത്, ആര് പറഞ്ഞതനുസരിച്ചാണ് നീ ഇങ്ങനെ ജീവിച്ചത് എന്നർത്ഥം. മാ ഇമാമുക, അതുകൊണ്ടാണ് നമ്മൾ ഷാഫി ഇമാം എന്ന് പറയാത്തത്. മാ എന്നാ. മൻ എന്നാണെങ്കിൽ അങ്ങനെ മറുപടി പറയേണ്ടി വരും, ഏത് ഇമാമിനെ ഫോളോ ചെയ്തത്. മാ ഇമാമുക്, അതുകൊണ്ടാ ഖുർആൻ എന്ന് പറയാൻ കാരണം. അൽ ഖുർആനു ഇമാമി, ഖുർആനിന്റെ ഇമാമാണ്. ചോദ്യം എന്താ? മാ ഇമാമുക എന്നാ. മായും മഞ്ഞു തമ്മിൽ വ്യത്യാസം അതാണ്. മൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവരെ സംബന്ധിച്ചാ പറയാം. വിവേകമുള്ള ആളുകളെ സംബന്ധിച്ച് അവർ കുല്ലു മൻ അലൈഹ, അതിന്റെ മുകളിലുള്ളവർ എന്തല്ല, അതിന്റെ മുകളിലുള്ളത് എന്നല്ല, ഉള്ളവർ. ഫാനിൻ, നശിച്ചു പോകുന്നവരാണ്. ഫനാ സംഭവിക്കും, എല്ലാം നശിച്ചു പോകും. ഇവിടെ മുത്തുകളുണ്ട്, പവിഴങ്ങളുണ്ട്, സ്വർണമുണ്ട്, പ്രഷ്യസ് സ്റ്റോണുകളുണ്ട്, ജെം സ്റ്റോണുകളുണ്ട്. ഇതൊക്കെ ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് കപ്പലുകളുണ്ട് അല്ലേ. റബ്ബുൽ മശ്രിഖൈനി വൽ മഗ്രിബൈനി, ഇവിടെ സൂര്യോദയവും അസ്തമയമുണ്ട്, ഭൂമിന്റെ ചന്ദ്രനുണ്ട്, ഒക്കെ ഉണ്ടാവട്ടെ. ഇതൊക്കെ അല്ലാഹുവിന്റെ ഒരൽപ്പ നേരത്തേക്ക് വെച്ച അല്ലാഹുവിന്റെ സംവിധാനമാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ, ഭൂമിക്ക് മുകളിലുള്ള മുഴുവൻ ആളുകളും മരിച്ചു പോകാനുള്ളവരാണ്, നശിച്ചു പോകാനുള്ളവരാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. വയബ്ഖാ, എന്താണ് ബാക്കിയാകുന്നത്? വജ്ഹു റബ്ബിക്, അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹുവിന്റെ തിരുമുഖം. അല്ലാഹു എന്നാണ് ആ വാക്കിനർത്ഥം. വജ്ഹ് എന്ന് പറഞ്ഞ മുഖമെന്നാണ്. പക്ഷേ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രയോഗങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്ന ആയത്തിനോട് ബന്ധപ്പെടുത്തിയിട്ട് അർത്ഥം പറയാൻ പറ്റുള്ളൂ. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലോത്ത ഒന്നുമേ ഇല്ല. എന്നിട്ട് വേണം ഈ വജ്ഹ് എന്ന വാക്കിനർത്ഥം വെക്കാൻ. അല്ലാഹുവിന്റെ മുഖം എന്ന് പറയാൻ പറ്റൂല. പക്ഷേ ഇത് ഭാഷയുടെ പ്രയോഗമാണ്. അല്ലാഹുവിന്റെ തിരുദാത്തല്ലാതെ ബാക്കി എല്ലാം നശിച്ചു പോകും. കുല്ലു മൻ അലൈഹാ ഫാൻ, കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവുള്ളവനാണ്. അല്ലാഹു മൻ എന്ന പ്രയോഗത്തിൽ വരും. അല്ലാഹു ഹയ്യാൻ, ജീവനുള്ളവനാണ്. അല്ലാഹു അൽ ഖയ്യൂമാണ്, പടച്ചവൻ. അല്ലാഹു ജീവനുള്ളവനാണ്, ജീവൻ നിലനിർത്തുന്നവനാണ് അല്ലാഹു തആല. അതുകൊണ്ട് അല്ലാഹുവിനെ സംബന്ധിച്ച് മൻ, യാ മൻ ലഹുൽ മുൽക്ക്, ആർക്കാണോ അധികാരമുള്ളവർ അങ്ങനത്തവനെ മൻ അല്ലാഹുവിനെ പറ്റി പറയും. പക്ഷേ ബാക്കിയുള്ള വസ്തുക്കളെ സംബന്ധിച്ചൊക്കെ അല്ലാഹു പറഞ്ഞു എല്ലാം നശിക്കുന്നു. വേറെ പറഞ്ഞു സൂറത്തുൽ ഖസസിന്റെ അവസാനത്തെ ആയത്തതാണ്. ഇവിടെ പറഞ്ഞു എല്ലാ ജീവനുള്ളവരും മരിക്കും, എല്ലാവരും മരിച്ചു പോകും. സൂറത്തുൽ ഖസസിന്റെ അവസാനം വലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ, അല്ലാഹുവിനെ കൂടാതെ മറ്റൊരാളെയും ആരാധിക്കരുത്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹേ ഇല്ല. ഇനി പറയാം അവസാനത്തെ ആയത്ത് 88-ാമത്തെ ആയത്ത് സൂറത്തുൽ ഖസസിൽ, സൂറത്തുൽ അൻകബൂത്തിന് തൊട്ട് മുമ്പ്. കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹ ലഹുൽ ഹുക്മു വഇലൈഹി തുർജഊൻ. കുല്ലു ശൈഇൻ, എല്ലാ വസ്തുക്കളും, ഹാലികുൻ നശിക്കുന്നതാണ്, എല്ലാ വസ്തുക്കളും നശിക്കുന്നതാണ്. ഇല്ലാ വജ്ഹഹു, അല്ലാഹുവിന്റെ ദാത്ത് ഒഴികെ ബാക്കിയെല്ലാം നശിക്കുന്നതാണ്. ഇതൊരു ഭയങ്കര ആയത്താണ്. കുല്ലു ശൈഇൻ, അറബ് ഭാഷയുടെ ഖുർആനിന്റെ ഭാഷാ പ്രയോഗത്തിന്റെ ഒരു അത്ഭുതം ഇവിടെ കാണാൻ പറ്റും. കുല്ലു ശൈഇൻ, എല്ലാ വസ്തുക്കളും. അല്ലാഹുവിനെ സംബന്ധിച്ച് വസ്തു എന്ന് പറയാൻ പറ്റുമോ ഇല്ലേ എന്നാണ്, പറ്റില്ല എന്നാണ്. കാരണം വസ്തു എന്ന പ്രയോഗം, ഒരു സാധനം എന്ന് പറയുന്നതിന് അറബിയിൽ പറയുന്നത് ഷൈഇ എന്നാണ്. ഷൈഇ എന്ന വാക്കിന്റെ ഉറവിടം ഷാഅ യശാഉ, ഒരാൾ ഉദ്ദേശിച്ചു, അപ്പൊ ഒരാൾ ഉദ്ദേശിച്ചപ്പോൾ ഉണ്ടായത്, അതാണ് ഷൈഇ. എല്ലാ വസ്തുക്കളും ആരുടെ ഉദ്ദേശം കൊണ്ടുണ്ടായതാ? അല്ലാഹുവിന്റെ മശീഅത്ത് കൊണ്ടുണ്ടായതാണ്. കുൻ ഫയകൂൻ, ഏതൊരു വസ്തുവിനോടും ഉണ്ടാവുക എന്ന് അല്ലാഹുവിന് തോന്നുകയേ വേണ്ടൂ. ഫയകൂൻ, അതുണ്ടാവുകയായി. പറയേണ്ട ആവശ്യമില്ല എന്നാ അല്ലേ. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ആയത്തിന്റെ അർത്ഥം നോക്കി അങ്ങനെ തോന്നും, ഏതൊരു വസ്തുവിനോടും ഷൈഇനോട്, ഏതൊരു വസ്തുവിനോടും ഉണ്ടാകണേ കുൻ എന്ന് പറയുകയേ വേണ്ടൂ.
ഇവിടെ പറയാന്നല്ല അർത്ഥം, പറയേണ്ട ആവശ്യമില്ല എന്നാണ്. ഉണ്ടാവണമെന്ന് അള്ളാഹുവിന്റെ ഇറാദത്ത്, അള്ളാഹുവിന് അങ്ങനെ ഒരു ഇറാദത്ത്, ഉദ്ദേശമുണ്ടാവുകയേ വേണ്ടൂ, ആ വസ്തു ഉണ്ടാവുകയായി. കുൻ ഫയകൂൻ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു തആല ഈ മഹാപ്രപഞ്ചം ഉണ്ടാവാനുള്ള കാരണക്കാരൻ അല്ലാഹുവാണ്. ദ ഇമ്മെറ്റീരിയൽ കോസ് ഓഫ് എവ്രിതിങ്. ആര് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി? വലിയ ചോദ്യചിഹ്നമാണ്. ഒരു സത്യത്തിൽ എയ്ത്തിയസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം അവരെപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അല്ലെ, പടച്ചോൻ ഉണ്ടാക്കി ലോകം എന്ന് പറയാം. ഓക്കെ, ശരി. എന്നാ പിന്നെ പടച്ചോൻ ആരാ ഉണ്ടാക്കിയത്? ആ പടച്ചോൻ ആരാ ഉണ്ടാക്കിയത്? അവര് പിന്നെ ആരാ ഉണ്ടാക്കിയത്? ഇങ്ങനെ പോകും ചോദ്യം. ബിഗ് ബാങ്, ഈ മഹാപ്രപഞ്ചമുണ്ടായത് വലിയ പൊട്ടിത്തെറിയിലൂടെയാണ് എന്ന് സങ്കല്പിക്കുക. ബിഗ് ബാങ്, വലിയൊരു മഹാവിസ്ഫോടനം ഉണ്ടായി, ഒരു സാധനമായിരുന്നു പൊട്ടിത്തെറിച്ചു. ശരി, അങ്ങനെയാണ് ജീവന്റെ തുടക്കം. പിന്നെ മില്യം വർഷം കഴിഞ്ഞപ്പോ അതുണ്ടായി, ഇതുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ജീവനുണ്ടായി, അങ്ങനെ കുരങ്ങുണ്ടായി, അങ്ങനെ മനുഷ്യനുണ്ടായി, പല സ്പീഷീസ് ഉണ്ടായി, കുറെ എക്സ്റ്റിൻറ്റ് ആയിപ്പോയി, ചിലതൊക്കെ രൂപമാറ്റം സംഭവിച്ചു. അങ്ങനെയൊക്കെ അവർ സമർത്ഥിക്കാൻ ശ്രമിക്കും. ആയിക്കോട്ടെ, ഈ ബിഗ് ബാങ് എവിടെ നിന്നുണ്ടായി? ഈ മഹാവിസ്ഫോടനത്തിനൊരു കോസ് വേണം, ഒരു കാരണം വേണം. അതാരുണ്ടാക്കി? അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ. എന്താണ് ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ പറയണം, ആരാ സാഹചര്യം ഉണ്ടാക്കി? അത് പ്രത്യേക സാഹചര്യത്തിൽ പൊട്ടിത്തെറിച്ചു. ആ പൊട്ടിത്തെറിക്കൊരു കാരണം വേണ്ടേ? പൊട്ടിത്തെറിക്ക് ഒരു സാധനം എക്സ്പ്ലോഡ് ചെയ്യണേ, അതിനുള്ളിൽ എന്തെല്ലാം കെമിക്കൽ റിയാക്ഷൻ നടക്കണം, എന്തെല്ലാം അതിന്റെ ഉള്ളിൽ പല വിഷയങ്ങളും നടക്കണം, അപ്പോഴല്ലേ പൊട്ടിത്തെറിക്കുള്ളൂ. അതാരുണ്ടാക്കി? അത് മാത്രം പറഞ്ഞില്ല. അങ്ങനെ പൊട്ടിത്തെറിയിലൂടെ ലോകം ഉണ്ടായി. ആ ഉണ്ടാക്കിയതാരാണെന്ന് പറഞ്ഞതാ. അത് അത്രയേ ഉള്ളൂ, ഇതിന് മറുപടി ഇല്ല. അത് നമുക്കറിയില്ല എന്ന് പറഞ്ഞു. വലിയ വളവന്മാർ അങ്ങനെ പറയാം, നമുക്കറിയില്ല. അങ്ങനെ കാരണം നമുക്കറിയില്ല, ഇപ്പൊ അറിയില്ല. നിനക്കതറിയാം. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ. പടച്ച തമ്പുരാൻ പറയാണ്, ഞാനാണ് എല്ലാം സൃഷ്ടിച്ചത്. അല്ലാഹു പറയാ, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ്. അല്ലെ, പ്രപഞ്ചത്തെ എങ്ങനെ ഉണ്ടാക്കി എന്ന് ഞാൻ ഒരു മനുഷ്യനും കാണിച്ചു കൊടുത്തിട്ടില്ല. അല്ലാഹു തആല പറയാം, മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം. ഓരോരുത്തരെയും അള്ളാഹു എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് ആ മനുഷ്യന് കാണിച്ചു കൊടുത്തിട്ടില്ല. എന്റെ ജന്മം എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ കണ്ടില്ല, നിങ്ങളുടെ ജന്മത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. അല്ലെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എങ്ങനെ ഉണ്ടാക്കി എന്ന് ആദം അലൈഹിസ്സലാം കണ്ടിട്ടില്ല. ഉണ്ടായതിനു ശേഷമാണ് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത്. മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ്. ഈ പ്രപഞ്ചം ഞാൻ എങ്ങനെ ഉണ്ടാക്കി എന്ന് ഞാൻ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ പക്ഷേ ഇവിടൊക്കെ പഴപ്പിക്കുന്ന ചില സിദ്ധാന്തങ്ങളുമായി ആൾക്കാർ വരും. അതിനൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ലെന്ന് പറഞ്ഞേക്കണം നബിയെ. പരിശുദ്ധ ഖുർആൻ പറയാ, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായതാ മനുഷ്യന് ആലോചിച്ച് പറയാണ്. മേ ഓർ മേ നോട്ട് ബി ട്രൂ. അത് സത്യമാണോ അല്ലേ നമുക്കറിയില്ല. ബിഗ് ബാങ് തിയറിയാണ്. എ തിയറി കുഡ് ബി ഡിസ്പ്യൂട്ട്. ഒരു സാധനത്തെ സംബന്ധിച്ച് തിയറി എന്ന് പറഞ്ഞാൽ, സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, ഇത് തെറ്റാണെന്ന് സ്ഥാപിക്കാം. ഇതെന്നെ ഉറപ്പാന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഫാക്ട് എന്ന് പറയണം. ഇത് വാസ്തവമാണ്, ഇത് വസ്തുതയാണ്. ഫാക്ടാണ്, തിയറിയാണ്. ബിഗ് ബാങ് ഒരു തിയറിയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഷൈഇ എന്ന് പറയാൻ പറ്റുമോ? ഇതാണ് വിഷയം. കുല്ലു ഷൈഇൻ ഹാലികുൻ. എല്ലാ വസ്തുക്കളും നശിക്കും. സൂറത്തുർ റഹ്മാൻ, കുല്ലു മൻ അലൈഹാ ഫാൻ. ഭൂമിക്ക് മുകളിലുള്ളവരെല്ലാം മരിക്കും. ഇന്ന് കുല്ലു ഷൈഇൻ എന്ന് പറഞ്ഞതിൽ ജീവനുള്ളതും ഇല്ലാത്തതും ബുദ്ധിയുള്ളതും ഇല്ലാത്തതും എല്ലാം ഇവിടെ നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ ഹുവ എന്നല്ല അള്ളാഹുവിന്റെ പ്രയോഗം. അവനൊഴികെ ബാക്കിയുള്ള എല്ലാ വസ്തുക്കളും നശിക്കും എന്നല്ല അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിന്റെ വാക്കെന്താണ്? ഇല്ലാ വജ്ഹഹു. അള്ളാഹു അല്ലാതെ ബാക്കി എല്ലാം നശിക്കും. ഒരു അത്ഭുതമുണ്ട്. കുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കളും നശിക്കും. ഇല്ലാ ഹുവ, അവനല്ലാത്ത എല്ലാ വസ്തുക്കളും. അപ്പൊ അള്ളാഹു ഒരു ഷൈആണ്, വസ്തുവാണ് എന്ന് പറയേണ്ടി വരും. അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു വസ്തു എന്ന് അറബിയിൽ പറയണമെങ്കിൽ ഒരാൾ ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് വസ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരും ഉദ്ദേശിച്ചിട്ടുള്ള അള്ളാഹു തആല ഉണ്ടായത്. അള്ളാഹുവിന്റെ ഉമ്മ, അള്ളാഹുവിന്റെ വുജൂദുൻ ദാത്തിയ്യുൻ, ഒരാൾ ഉണ്ടാക്കിയതല്ല. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് വസ്തു എന്ന് പറയാൻ പറ്റൂല.
അങ്ങനെ വസ്തു എന്ന് ആശയം വരും. ഇല്ലാ ഹുവ, അല്ലാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളും. നമ്മളറിയാതെ അങ്ങനെ പറഞ്ഞു പോകും. അങ്ങനെയല്ല, അല്ലാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളും. അല്ലാഹുവിനെ സംബന്ധിച്ച് വസ്തു എന്ന് പറയേണ്ടി വരും ഹുവ. അങ്ങനെ വന്നാൽ പടച്ചവൻ ആരോ ഉണ്ടാക്കിയതാണെന്ന് വരും. അതുകൊണ്ട് അല്ലാഹു അങ്ങനെ ഒരു ചിന്തക്ക് പോലും ഇടം നൽകാതെ അല്ലാഹുവിന്റെ പ്രയോഗം എന്താ? കുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കളും ഹാലിക്കുൻ, നശിച്ചു പോകുന്നതാണ്. ഇല്ലാ ഹുവ, ഇല്ല വജ്ഹ, അല്ലാഹുവിന്റെ തിരുദാത്തല്ലാതെ, അല്ലാഹുവിന്റെ എസൻസ്, അല്ലാഹുവിന്റെ ദാത്ത്, അല്ലാഹു എന്നത് ആരാണോ എന്താണോ അതൊഴികെ ബാക്കിയെല്ലാം നശിക്കും. അല്ലാഹുവിനെ പറ്റി വസ്തു എന്ന് പറഞ്ഞുകൂടാ. വസ്തു ഒരാൾ ഉണ്ടാക്കുന്നതാണ്. പ്രപഞ്ചം ആരുണ്ടാക്കി? അല്ലാഹു ഉണ്ടാക്കി നമ്മൾ പറഞ്ഞെന്ന് വിചാരിക്കുക. ഒരു നിരീശ്വരവാദിക്ക് ചോദിക്കാം അവിടെ, എന്നാ പിന്നെ ആ പടച്ചോൻ ആരുണ്ടാക്കി? ഒരാളെ പറഞ്ഞെടുത്ത് വിചാരിക്കുക. ഉദാഹരണം പറയാം, 1.8 മില്യൺ ദൈവങ്ങളുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾ. മില്യൺ കണക്കിന് ദൈവങ്ങൾ. എന്താണ് മനസ്സിലാക്കിയത്? മില്യൺ കണക്കിന് ദൈവങ്ങൾ. ദൈവം എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്തതുകൊണ്ടാണത്. ദൈവം എന്ന് പറഞ്ഞാൽ ഖാലിഖാകണം, സ്രഷ്ടാവാകണം, എല്ലാറ്റിനും കഴിവുള്ള, എല്ലാം ചെയ്യാൻ കഴിയുന്ന, എല്ലാറ്റിലും അധികാരമുള്ള ഒരാളെപ്പറ്റി പറയുന്ന വാക്കാണ് ദൈവം. രണ്ട് ദൈവം ഉണ്ടായ പിന്നെ ഈ ഡെഫിനിഷൻ മാറ്റേണ്ടി വരും. എല്ലാറ്റിനും മറ്റൊരാളിതിന് ഈ ഒരു ദൈവം മഴ പെയ്യാൻ ഉദ്ദേശിക്കുന്നു, മറ്റൊരാൾ പറഞ്ഞേ ഇന്ന് നമുക്ക് നല്ല സണ്ണി ഡേ, ഇന്ന് നമുക്ക് എന്ത് ചെയ്താ സണ്ണി ആയിക്കോട്ടെ, നല്ല വെളിച്ചായിക്കോട്ടെ. ഒരാൾ ഉദ്ദേശിച്ച് നടന്നു എന്ന് വിചാരിക്കുക, മറ്റേ ദൈവം ഡിസ്ക്വാളിഫൈഡ്, ഈ ദൈവത്തിന് പവർ ഇല്ല എന്ന് വന്ന് പിന്നെ ഇയാളെ പറ്റി ദൈവം എന്ന് പറയണ്ട, ഒന്നേ വേണ്ടു. ഇതൊക്കെ മനുഷ്യന് മനസ്സിലാവുന്ന ലോജിക്കല്ലേ അള്ളാഹു പറഞ്ഞിരുന്നത്. രണ്ട് ദൈവം എന്ന് പറയാൻ തന്നെ പറ്റൂല. എല്ലാം കഴിവുള്ള ആൾക്ക് ദൈവം. രണ്ടാൾ രണ്ടുദ്ദേശിച്ചാൽ ആരിത് നടക്കുന്നുവോ അയാൾ ആ പടച്ചോ, മറ്റവനെ പറ്റി പടച്ചോ എന്ന് പറയണ്ട. അതുകൊണ്ട് ബഹുദൈവാരാധന ഇൻ ഇറ്റ്സ് വെരി എസൻസ്, അതിന്റെ അടിസ്ഥാനം തന്നെ ബുദ്ധിരാഹിത്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചിന്തിക്കുന്നവർ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഒരു സ്രഷ്ടാവ് വേണമെന്ന വിഷയത്തിൽ ആർക്കും സംശയമില്ല. ഇതിന് നമ്മുടെ ബോഡി, നമ്മുടെ നെറ്റിക്കിടയിൽ, നമ്മുടെ രണ്ട് കണ്ണിന്റെ ദൈർഘ്യവും നീളവും ഈ കണ്ണുകൾക്കിടയിലുള്ള ദൈർഘ്യവും തുല്യമാണ്. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്റെ പ്രൊപ്പോർഷൻ, മനുഷ്യന്റെ മൂക്ക് മുതൽ താടിയെല്ല് വരെയുള്ള ഭാഗം, ഇതിന്റെ പ്രൊപ്പോർഷൻ കൃത്യമാണ്. മനുഷ്യന്റെ ആംസ്, ഇതിന്റെ ഓരോ ജോയിന്റുകളും തമ്മിലുള്ള പ്രൊപ്പോർഷൻ കണിശമാണ്. മനുഷ്യന്റെ അനാറ്റമി, മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന സംവിധാനങ്ങൾ അത്ഭുതമാണ്. മനുഷ്യന്റെ ചിന്താശേഷി, ഇതൊക്കെ വെറുതെ ഉണ്ടായെന്ന് എങ്ങനെ പറയും? നത്തിങ് കംസ് ഔട്ട് ഓഫ് നത്തിങ്. ഒന്നുമില്ലാതെ വെറുതെ ഒരു സാധനം ഉണ്ടാവൂല. ഇത് ഏത് കുട്ടിക്ക് മനസ്സിലാവും? അപ്പൊ പിന്നെ ഈ ഉണ്ടാക്കിയത് പടച്ചോന. ആ പടച്ചോൻ ആരുണ്ടാക്കി അങ്ങനെ പോയാൽ ഇൻഫിനിറ്റി, അതിനറ്റുണ്ടോ? ഇല്ല. പക്ഷേ ഉണ്ടാക്കിയ ഒരാൾ കിട്ടുകയും വേണം. ഉണ്ടാക്കിയ ഒരാൾ വേണം. ആ ആളെ മറ്റൊരാൾ ഉണ്ടാക്കി അങ്ങനെ ആലോചിച്ചു പോവാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ആലോചിച്ചു പോയാൽ ലൻ തഖ്ദിറു ഖദറ, അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ നിങ്ങളുടെ ബ്രെയിനിന് ഒരുപക്ഷെ സാധിച്ചില്ലെന്ന് വരും. പക്ഷെ അല്ലാഹു ഹഖ്ഖുൻ, അല്ലാഹു ഹഖ്ഖാൻ. അത് പിശാച് നിങ്ങൾ അങ്ങനെ ചിന്തിപ്പിക്കും. നിങ്ങൾ അതിന് തിരിച്ചു വരണം. ആമൻതു ബില്ലാഹി വറസൂലിഹി, ഞാൻ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞേക്കണം. പക്ഷെ ഒരു അവിശ്വാസിയോട് പറയാ, മുഅ്മിൻ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അവിശ്വാസിയോട് പറയാ, ആ ആൾ ആരുണ്ടാക്കി അങ്ങനെ പോയാൽ ലോകാവസാനം വരെ സെന്റൻസ് പൂർത്തിയാക്കാൻ പറ്റൂല. അപ്പൊ പിന്നെന്താ വേണ്ടത്? ഒരാളാൽ ഉണ്ടാക്കപ്പെടാത്ത ഒരാളാകണം പടച്ചവൻ. ഒരു സൃഷ്ടാവ് വേണം. ആ സൃഷ്ടാവ് ആരാലും സൃഷ്ടിക്കപ്പെടാത്തവനായിരിക്കണം. മഖ്ലൂഖാവാൻ പാടില്ല. ഒരു വസ്തു ആകാൻ. അപ്പോഴേ ഈ ചർച്ച അവസാനിക്കുന്നുള്ളൂ. മനുഷ്യനങ്ങനെ പറഞ്ഞു നേരം വെളുത്ത് വൈകുന്നേരമോളം പറയാം അവരാരാ പഠിച്ചത്. ഇത് അവസാനിക്കാൻ പോകുന്നില്ല. അപ്പൊ എന്ത് വേണം? ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇങ്ങനത്തെവനാകണം പടച്ചതമ്പുരാൻ എന്ന് പറയുന്നവൻ. ഹുവല്ലാഹു അഹദ്, ഹിസ് വൺ ആൻഡ് ഓൺലി. അവന് അല്ലാഹുവിനെ പോലെ അല്ലാഹു മാത്രമേ ഉള്ളൂ. ഏകനായ, എല്ലാറ്റിലും കൃത്യമായ ഏകത്വമുള്ള വഹ്ദാനിയത്തുള്ള ഒരുത്തൻ അല്ലാഹു ഒരുവൻ മാത്രമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്
അല്ലാഹു സമദ്, ദ സെൽഫ് ഇറ്റേണൽ. എല്ലാവരും ആ പടച്ചവനാൽ ആശ്രയിക്കപ്പെട്ടവരാണ്. ആ പടച്ചവൻ ആരിലേക്കും ആശ്രയമില്ലാത്തവനാണ്. ലം യലിദ്, ആ പടച്ച റബ്ബ് ആരെയും പ്രസവിച്ചിട്ടില്ല. വലം യൂലദ്, അവനെ ആരും പ്രസവിച്ചതും അല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായിട്ട് ഒരാളുമേ ഇല്ല തന്നെ. ഇതാണ് ദൈവം എന്ന വാക്കിന് ഖുർആൻ കൊടുക്കുന്ന ഡെഫിനിഷൻ. ഇതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഇതാണ് ഇങ്ങനെ അല്ലെങ്കിൽ മനുഷ്യന് ഭ്രാന്തായി പോകും ഈ ചർച്ച കൊണ്ട്. ഒരു സൃഷ്ടാവ് വേണം, എന്നാ പിന്നെ ഉണ്ടാക്കിയത് ആരാ പറയുന്ന സൃഷ്ടാവ് വേണ്ടെന്ന് നോക്കാൻ പറ്റും. സൃഷ്ടിച്ച ഒരാൾ വേണം. ആ ആള് മറ്റൊരാൾ സൃഷ്ടിക്കപ്പെടാത്തവനായിരിക്കണം. ഒരാൾ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ അയാളെപ്പറ്റി പറയുന്ന പേരാണ് ശൈഇ. കുല്ലു ശൈഇൻ. അറബ് ഭാഷ ഭയങ്കര അത്ഭുതമാണ്. കുല്ലു, എല്ലാ വസ്തു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ മൻഷാ, ആ വസ്തു ഉണ്ടാകാൻ ഒരാൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, അപ്പോഴാണ് ആ വസ്തു ഉണ്ടായത്. അല്ലാഹു അല്ലാത്ത മുഴുവൻ സാധനങ്ങളെപ്പറ്റി നമുക്ക് ശൈഇ എന്ന് പറയാൻ പറ്റും. എന്തേ? അത് അല്ലാഹു ഉദ്ദേശിച്ചുകൊണ്ടായതാണ്. അപ്പൊ അല്ലാഹുവോ ലം യലിദ് വലം യൂലദ്, അങ്ങനത്തെ സൃഷ്ടാവിനെ പറ്റിയാണ് അല്ലാഹു എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ലല്ലോ. അതുകൊണ്ട് കുല്ലു ശൈഇൻ ഹാലികുൻ, എല്ലാ ശൈഉം, എല്ലാ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ്. ഇല്ലാ വജ്ഹ, അല്ലാഹുവിന്റെ തിരുദാത്തല്ലാതെ, അല്ലാഹുവിന്റെ ഉണ്മയല്ലാതെ ബാക്കിയെല്ലാം നശിച്ചു പോകും. ഇല്ലാ വജ്ഹഹു, ഇല്ലാ ഹുവ, അവനൊഴികെ എല്ലാം എന്നല്ല പ്രയോഗം. അങ്ങനെയാണെങ്കിൽ ഈ വാക്ക് കുറച്ച് ചുരുങ്ങിപ്പോയേനെ, വളരെ എളുപ്പമായി പോയേനെ. കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ ഹുവ, അവനല്ലാതെ ബാക്കിയല്ല. ഏത് ബാക്കിയെല്ലാം? ശൈഇ, ബാക്കിയെല്ലാ വസ്തു, ഇവനല്ലാത്ത വസ്തുക്കൾ. ഇതൊരു വസ്തുവാണ്, ഈ വസ്തുവിനൊന്നും സംഭവിക്കുന്നില്ല എന്നവരാ. അല്ലാഹു ശൈഅ അല്ലല്ലോ. അള്ളാഹുവിനെ പറ്റി വസ്തു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അള്ളാഹുവിന്റെ ദാത്തിയാണ് വുജൂദ്. അള്ളാഹുവിന്റെ വുജൂദ്, അള്ളാഹുവിന്റെ അസ്തിത്വം, അള്ളാഹു ഉണ്ടായത് റബ്ബിന്റെ ദാത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചർച്ച ഭയങ്കരമാണ്. ദവിൽഗറി, അങ്ങനെ അന്തം വിട്ടുപോകുന്ന, അങ്ങനെ ഒരു അന്തം വിടൽ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ ദർ ഇസ് സംതിങ് റോങ്, അങ്ങനെ പറയാം. നമുക്ക് ആ വിഷയം മനസ്സിലാവണില്ല അതിന്റെ അർത്ഥം. മനുഷ്യന്റെ സമയം അറിയണം. നമ്മൾ ജനിച്ചവരാണ്, നമ്മളില്ലാത്തൊരു, നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിന്റെ 9-10 മാസം മുമ്പ് വരെ നമ്മളില്ല, ആ സാധനം ഇല്ലായിരുന്നു ഭൂമുഖത്ത്. നമുക്കൊരു ബിഗിനിങ് ഉണ്ട്, നമുക്കൊരു എൻഡ് ഉണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടുമില്ല. ഹുവൽ അവ്വലു വൽ ആഖിർ, അവ്വലും ആഖിറും പടച്ചവനാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം റബ്ബിന്റെ മുമ്പൊരു വസ്തു, ഒരു സമയം ചിന്തിക്കാൻ പറ്റില്ല. വല ബഅദ, പടച്ചതമ്പുരാന് ശേഷം എന്നും ചിന്തിക്കാൻ പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല സമയത്തിനും സ്ഥലത്തിനും കാലങ്ങൾക്കും അതീതനാണ്. ട്രാൻസെൻഡന്റ്. അള്ളാഹു തആല മുനസ്സഹുൻ, അള്ളാഹുവിന് ഇത് ബാധകമല്ല. നമുക്ക് നിൽക്കാൻ സമയം വേണം, നമുക്കൊരു സ്പേസ് വേണം, നമുക്കൊരു കാലം വേണം. ഇതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ച് ബാധകമല്ല. അതാണ് പടച്ചവൻ. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സൃഷ്ടാവാണ് ഈ പ്രപഞ്ചത്തെ പടച്ചിട്ടുള്ളത്. അതിനെപ്പറ്റി നമ്മൾ അസൂയ വെക്കണ്ട. എങ്ങനെ ഇപ്പൊ അള്ളാഹു അങ്ങനെ ആയത്? നമ്മൾ അസൂയപ്പെടണ്ട. ഖാലിഖ് വേണം. ഖാലിഖ്, സൃഷ്ടാവുണ്ടായേ പറ്റൂ. എല്ലാം പടച്ചവനാണ് അള്ളാഹു. ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്നു, സമയം പോലും ഇല്ലാത്തൊരു കാലം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. സമയം മഖ്ലൂഖുൻ, സൃഷ്ടിക്കപ്പെട്ട ഒരു സാധനമാണ് സമയം എന്ന് പറയുന്നത് പോലും. മഹാനായ അല്ലാമ അബൂബക്കർ ബഖിലാനി റഹ്മഹുല്ലാഹ്, ഇസ്ലാമിക ലോകത്തെ തിയോളജൻ, ബഹുമാനപ്പെട്ടവരെ ആദ്യമായി ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്ത്? സമയം സൃഷ്ടിക്കപ്പെട്ടതാണ്. സമയമില്ലാത്തൊരു, ഇത് മുസ്ലിമീങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അള്ളാഹു അവ്വലാണ്, അള്ളാഹു സൃഷ്ടിച്ചതാണ് സമയം. സമയം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചഗോളങ്ങളുടെ ചലനം കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. സമയം അനുഭവിക്കണമെങ്കിൽ പ്രപഞ്ചം വേണം. പ്രപഞ്ചം ഇല്ലാത്തൊരു സമയത്ത് സമയം ചിന്തിക്കാൻ പറ്റൂല. സമയം പോലും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ, എല്ലാം സമയം പോലും നിശ്ചലമാവുന്ന. അതുകൊണ്ടാണ് അർബഊൻ മാ ബൈനൻ നഫ്ഖതൈനി അർബഊൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന അബൂ ഹുറൈറ, 2 ഊത്തിന്റെ ഇടയിൽ 40 ഉണ്ട്. 2 ഊത്തിന്റെ ഇടയിൽ 40 ഉണ്ട്. സയ്യിദുന ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുൽതഖിമുൻ, ബഹുമാനപ്പെട്ടവർ സൂറന്ന കാഹളം ചുണ്ടോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ആജ്ഞ എപ്പോഴാണ് വരുന്നത് എന്ന് കാത്ത്. ഷാഖിസുൻ ബസറഹ് ഖദ്ദമ റിജ്ലഹു വഅഖറ ഉഖറാ.
വളരെ ശ്രദ്ധയോടുകൂടെ അല്ലാഹു അതിലൂതാൻ കൽപ്പിക്കുന്ന നേരം പ്രപഞ്ചത്തിന്റെ നാശം, ആദ്യമായി പ്രപഞ്ചം മുഴുവനും നശിക്കുന്നത് ആ ഒരു കാഹളത്തിന്റെ ശബ്ദത്തോടുകൂടെയാണ്. സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ പ്രപഞ്ചത്തിന് നാശം സംഭവിക്കുന്നു. എല്ലാം നശിക്കുകയാണ്. ഭൂമിയും സൂര്യനും ചന്ദ്രഗോളം എല്ലാ നക്ഷത്രങ്ങളും കൂട്ടിയിടിച്ച് താറുമാറായതിന്റെ സന്തുലിതാവസ്ഥ തെറ്റി നശിക്കുകയാണ്. നാശം എന്ന് പറയാം. എന്നാൽ ഇതൊക്കെ ഭയങ്കര എക്വിലിബ്രിയം, ഭയങ്കരമായ ബാലൻസിൽ അല്ലാഹു തആല ലോകത്തെ കൊണ്ടുപോകുന്നത് ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ്. അതല്ല രസം. നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ആകാശ ലോകത്ത് കോടിക്കണക്കിന് വാഹനങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് മറ്റൊന്നിനെ കൂട്ടിയിടിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. കോടിക്കണക്കിനാണ്. അവിടെ ട്രാഫിക് ലൈറ്റുകളില്ല. എല്ലാവരും കുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. എല്ലാവർക്കും കൊടുത്ത റൂട്ടിലുണ്ട്. ആ റൂട്ടിലൂടെ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും അനങ്ങാതിരിക്കണില്ല. എല്ലാം കാഴ്ച ചുറ്റുന്ന പോലെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇടത്തുനിന്ന് വലത്തോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഗോളങ്ങളും ഭയങ്കരമാണ്. ഒരു റാൻഡംനെസ്, ഒരു ഫ്ലോലെസ്, അങ്ങനെ ഒരു റാൻഡംനെസ് കാണാൻ പറ്റില്ല. ഇത് ഒരു എങ്ങനെയൊക്കെയോ അല്ല. ഇറ്റ്സ് എ ഫ്ലോലെസ് ക്രിയേഷൻ. അതാണ് അള്ളാഹുവിന്റെ ക്രിയേഷൻ എന്ന് പറയുന്നത്. തകരാറുകളില്ലാത്ത ക്രിയേഷനാണ്. അല്ലേ? ആകാശമൊക്കെ നോക്കുന്നില്ലേ? അള്ളാഹു ചോദിക്കുന്നില്ലേ? ഹൽ തറാ മിൻ ഫുതൂർ ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ആകാശ ലോകത്തോക്ക് നോക്കിയിട്ട് നീ പറയും അവിടെ ഒരു കുഴപ്പമുണ്ട്. അല്ലെ? ആ ഗോളത്തിന്റെ സ്ഥാനം ശരിയായിട്ടില്ല. ഈ നക്ഷത്രത്തിന്റെ പോക്ക് ശരിയായിട്ടില്ല. ഹൽ തറാ മിൻ ഫുതൂർ. എന്തെങ്കിലും കുഴപ്പം നീ കാണുന്നുണ്ടോ? ആകാശം നീ ഒന്നുകൂടി നോക്കിക്കോ. നിന്റെ സാറ്റലൈറ്റുകൾ അയച്ചുകൊണ്ട് നോക്കിക്കോ. നിന്റെ ബഹിരാകാശ കേന്ദ്രങ്ങളിലെ ഏറ്റവും പവറുകളുള്ള ക്രില്യൻ ക്യാമറ മുതൽ ഏറ്റവും വളരെ മാഗ്നിഫിഷ്യൻസ് മനുഷ്യന് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്പേസിലേക്ക് നോക്കിയിട്ട് പറയേ ഹൽ തറാ മിൻ ഫുതൂർ. എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടോ? ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. നോക്കി 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 ഒരു കുഴപ്പം കണ്ടെത്താതെ നിന്റെ കണ്ണു മുന്നിലേക്ക് തളർന്നു തിരിച്ചു വരുന്നത് കാണുന്നില്ലേ? അല്ലാഹു ചോദിക്കാം. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചതാണ്. ഇതിനൊക്കെ ലക്ഷ്യങ്ങളുണ്ട്. കൃത്യമായി പഠിച്ചതാണ്. മഹാനായ വൈസുൽ ഖർനി റഹിമഹുല്ലാഹു തആല അലൈഹി ബഹുമാനപ്പെട്ടവർ ഓതി കൊടുത്തൊരു ഭാഗമുണ്ട്. മാ ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. വമാ ഖലഖനസ് സമാവാതി വൽ അർള. ആകാശങ്ങളെയും ഭൂമിയെയും നാം പടച്ചത് വമാ ബൈനഹുമാ, ഇതിന്റെ ഇടയിലുള്ളത് മുഴുവനും മനുഷ്യരടക്കം ജീവജാലങ്ങളടക്കം ലാഇബീൻ, ഇത് കളിക്കാൻ വേണ്ടി പടച്ചതല്ല. നമ്മൾ കുട്ടികളില്ല എന്നൊക്കെ പറയില്ലേ ആ പ്രയോഗം, ഇത് കളിക്കാൻ വേണ്ടി പഠിച്ചതല്ല. അല്ലാഹു തആല പറയാം മാ ഖലഖനസ് സമാ വമാ ഖലഖനസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ലാഇബീൻ. ലൈബ് കളി, പന്തട്ടി കളിക്കണ പോലെ കളിയല്ല ഇത്. അല്ലാഹു കളിക്കല്ല. അല്ലാഹു പ്രപഞ്ചത്തെ പടച്ചത് സീരിയസ് ആയിട്ട് പടച്ചതാണ്. വമാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ്. കൃത്യമായ യാഥാർത്ഥ്യം മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു പഠിച്ചതാണിത്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. പക്ഷെ അധികം ആളുകൾക്ക് ഇത് അറിയില്ല. അധികം ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല. വലിയ പ്രയോഗമാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ചെറിയ ന്യൂനപക്ഷമാണ് ലോകത്തുള്ളത് എന്ന് അള്ളാഹുവിന്റെ പക്ഷം. വലാകിന്ന അക്സറഹും, മെജോറിറ്റി ഭൂരിഭാഗം ആളുകളും ലായാലും ഒരു കളിച്ചുകൊണ്ടിരിക്കുക. ഒരു ഫെഡറേഷൻ കപ്പും ടൂർണമെന്റും മാത്രം നടത്തിയാൽ മതി. ഇതാണ് മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറഞ്ഞ്, യൗവനം എന്ന് പറഞ്ഞ് കളിച്ച് ജിമ്മിനൊക്കെ പോയി ഉഷാറാക്കി പിന്നെ വയസ്സാകുമ്പോൾ ഏതായാലും മരിക്കണ്ടേ. കഴിഞ്ഞു. ഇത് കളിക്കാൻ വേണ്ടി പഠിച്ചതല്ല. ഇല്ലാ ബിൽ ഹഖ്. ഇതിനൊക്കെ ലക്ഷ്യങ്ങളുണ്ട്. അല്ലാഹു തആല പറയുന്ന ഖുദ്സിയായ ഹദീസില്ലേ, കുന്തു കൻസൻ മഖ്ഫിയാ كنت كنزا مخفيا فأحببت أن أعرف فخلقت الخلائق. ഞാൻ ആരാലും, അല്ലാഹു പറയാ, ഞാൻ ആരാലും അറിയപ്പെടാതിരുന്ന കൻസൻ, ഒരു നിധിയായിരുന്നു. കൻസൻ മഖ്ഫിയ, എ ഹിഡൻ ട്രഷർ. ആരും അറിഞ്ഞിരുന്നില്ല. കൻസൻ മഖ്ഫിയൻ ഫഅഹ്ബബതു അൻ ഉറഫ.
ഞാൻ എന്ന സത്താവിനെ അറിയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോഴാണ് ഫഖലഖതുൽ ഖലായിഖ്, അങ്ങനെയാണ് സർവ്വ സൃഷ്ടികളെയും ഞാൻ പടച്ചതെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ പടച്ചതാണ്. ഒരു സൃഷ്ടിപ്പിന്റെ തുടക്കമുണ്ട്. ഇത് പടച്ച തമ്പുരാന് ചില പ്ലാനിങ്ങുകളുണ്ട്. ഈ ലോകത്തിന്റെ സംവിധാനങ്ങൾ കണ്ടാൽ ഇത് മനുഷ്യന് പടക്കാൻ കഴിയില്ല. അതൊന്നും എങ്ങനെ പറയും? സൂര്യന്റെ ഓട്ടം മനുഷ്യൻ നമ്മൾ പ്ലാൻ ചെയ്തില്ല. നാളെ നേരം വെളുത്തിട്ട് ഇന്ന് ചെയ്യും. നാളെ നേരം വെളുക്കോ ഇല്ലേ എന്ന് ആരാ തീരുമാനിക്കുന്നത്? അല്ലാഹുവാണ്. നാളെ സൂര്യന് ഉദയമുണ്ടോ ആർക്കറിഞ്ഞു? ഈ ഭൂമി നാളെ ആകുമ്പോഴേക്കും കറങ്ങിത്തിരിഞ്ഞ് സൂര്യന്റെ മുഖത്തേക്ക് ഉരുണ്ടെത്തും. അതല്ലേ ഉദയം എന്ന് പറഞ്ഞാൽ? ആരായി ഉരുട്ടുന്നത്? ഇതിനൊന്നും മനുഷ്യന് മറുപടിയില്ല. കൃത്യമാണ്. 24 മണിക്കൂറാ മനുഷ്യന്റെ ഹ്യൂമൻ ബോഡി വർക്ക് ചെയ്യുന്നത്. ഡോക്ടർമാർ പറയില്ലേ 24 മണിക്കൂർ ഉണ്ട് നോക്കാം, മരുന്ന് കഴിച്ച് 24 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യണം. അല്ലെ 24 മണിക്കൂറിൽ നിങ്ങൾ 3 വട്ടം കഴിച്ചു ഗുളിക, 24 മണിക്കൂറിൽ 2 വട്ടം കഴിച്ചു. 24 മണിക്കൂർ ഭൂമി കറങ്ങുന്ന സമയമാണ്. ഭൂമിന്റെ കറക്കവും മനുഷ്യന്റെ ശരീരത്തിലെ പ്രവർത്തനവും ഇങ്ങനെ യോജിപ്പിച്ചവൻ ആരാണ്? ഇതൊക്കെ യോജിച്ചു വന്നു പറയാൻ പറ്റുമോ? ഇതൊക്കെ ഇതൊക്കെ അങ്ങനെ ഉണ്ടായി. നമ്മൾ ഡാർവിൻ മൂപ്പര് പറഞ്ഞ പോലെ എന്ത് ചെയ്തു? തങ്ങൾ ഇവല്യൂഷനായി വന്നു എന്ന് പറയാൻ പറ്റുമോ? റെസിഡൻസിൽ പാർക്ക് ചെയ്തവരെ ഒന്ന് മാറ്റണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അവിടെ ഫൈൻ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മളാ ബ്ലൂ ലൈനിലെ അവിടെ അപ്പുറത്തെ സൈഡ്, സെന്ററിന്റെ ഓപ്പോസിറ്റ് സൈഡ് റെസിഡൻസിന്റെ പാർക്കിംഗ് ആണ്. ഇവിടെ ബാക്കിൽ പാർക്കിംഗ് ഉണ്ട്. പള്ളിന്റെ മുമ്പിലുണ്ടെങ്കിൽ അവിടെ പറ്റും. പിന്നെ നമ്മുടെ സെന്ററിന്റെ ഈ സൈഡ് ഈ റോയിലൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക. പിന്നെ അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പറയാ, ഇതൊക്കെ ഞാൻ പടച്ചതാണ്, എന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ടല്ലോ അല്ലാഹു ആദ്യത്തെ ആയത്തെന്താ? സൂറത്തുൽ അലക്കിൽ ആദ്യം അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക് അല്ലാഹു അവതരിപ്പിക്കുന്ന ആദ്യത്തെ വചനങ്ങൾ എന്തൊക്കെയാണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആദ്യത്തെ ആയത്താണ്. ആദ്യത്തെ ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക് അല്ലദീ ഖലഖ്. 5 വാക്യങ്ങളാണെന്ന് പറയാം. 5 വാക്കുകൾ. ഇഖ്റ ബിസ്മി റബ്ബിക് അല്ലദീ ഖലഖ്. ആദ്യമായി റബ്ബാനിയായ ഇലാഹായ റെവലേഷൻ അല്ലാഹുവിന്റെ ഒരു വിവരം മനുഷ്യരിലേക്ക് കൈമാറാൻ അന്ത്യറസൂലിന്റെ കയ്യിലേക്ക് അല്ലാഹു കൈമാറുകയാണ്. അവരുടെ അല്ലാഹുവിന്റെ പരിശുദ്ധരായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ. ജിബ്രീൽ അലൈഹിസ്സലാം മൂസ നബിക്ക് തൗറാത്ത് കൊടുത്തത്. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഈസ നബിക്ക് സബൂർ കൊടുത്തത്. അല്ല, ദാവൂദ് നബിക്ക് ഈസാ നബിക്ക് ഇഞ്ചീൽ കൊടുത്തത് ആനായ ജിബ്രീൽ അലൈഹിസ്സലാം. ആഖിറുർ റസൂലിന് ഖാതിമുൻ നബിയീന് കൊടുക്കുന്ന ഖുർആനിന്റെ ആദ്യത്തെ ആയത്ത് നോക്കണം. ആദ്യത്തെ ആയത്ത്. ഖുർആൻ പഠിക്കുമ്പോൾ നമ്മൾ അത് ആലോചിക്കണ്ടേ? ആദ്യം ഇറങ്ങിയത് ഇപ്പൊ എന്താ? ഇഖ്റ എന്ന വാക്ക് മാത്രമല്ലല്ലോ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ വായിക്കുക, വായിക്കുക. ഭൂമിയിലേക്ക് നടന്നതൊക്കെ വായനയാണ്. ഭൂമിയുടെ മണ്ണും മണലും ഇതൊക്കെ വായിക്കാനുള്ളതാണ്. വായിക്കിൻ. എന്തൊക്കെ വായിക്കപ്പെടാനുണ്ടോ, വായിക്കപ്പെടാൻ പറ്റുമോ, സൃഷ്ടാവിനെ അറിയിക്കാൻ പറ്റുമോ, അതെല്ലാം വായിച്ചേക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്, അങ്ങയെ സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമത്തിൽ. അല്ലദീ ഖലഖ, ആ രക്ഷിതാവാണ് എല്ലാം സൃഷ്ടിച്ചത്. എല്ലാം എന്ന് തഫ്സീറ. ഖലഖ, അവനാണ് സൃഷ്ടിച്ചത്. എന്ത് സൃഷ്ടിച്ചു? അതിന്റെ മഫ്ഊൽ ബിഹി എന്ന് പറയും. ഖലഖ, അത് ട്രാൻസിറ്റീവ് വെർബാണ്. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, സകർമ്മക ക്രിയ. മലയാളക്കാരഞ്ഞ് കുറച്ചും കൂടെ ഇറങ്ങാറില്ലേ? സകർമ്മകം അകർമ്മകം എന്നൊക്കെ പറഞ്ഞ കർമ്മം ചെയ്ത ഒരു വസ്തു, ചെയ്യപ്പെട്ടൊരു വസ്തു വേണം. വന്നു, ആര് വന്നു, കഴിഞ്ഞു. എന്ത് വന്നു എന്ന് പറയോ? ഇല്ല, ആര് വന്നു അത്രേ വരൂ. നേരെ മറിച്ച് കണ്ടു, ആര് കണ്ടു, എന്ത് കണ്ടു എന്ന് ചോദിക്കും. ആ എന്ത് എന്ന മഫ്ഊൽ ബിഹി, അത് അങ്ങനത്തെ വെർബുകൾക്കാണ് നമ്മൾ എന്ത് പറയാ? ട്രാൻസിറ്റീവ് മുതഅദ്ദിയായ ഫിഅൽ എന്ന് പറയാ. ഖലഖ, സൃഷ്ടിച്ചവനാണ് അവൻ. എന്ത് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞോ? ഇല്ല. അറബ് ഭാഷയുടെ അത്ഭുതം, ഒരു വസ്തുവിന്റെ മഫ്ഊൽ ബിഹി പറഞ്ഞാൽ അത് ഹദ്ഫ് ചെയ്ത് കളഞ്ഞാൽ, അത് പറയാതിരുന്നാൽ, എന്ത് എന്ന് പറയാതിരുന്നാൽ, എന്തെല്ലാം ആ വാക്കിന്റെ പരിധിയിലേക്ക് വരാമോ അതെല്ലാം അതിൽ പെട്ടുന്ന. ഇഖ്റ, വായിക്കുക. എന്തൊരു കിതാബ് മാത്രം വായിച്ചാൽ പോരാന്നല്ല പറയും. വായിക്കുക. എന്തെല്ലാം വായിക്കപ്പെടാനുണ്ടോ അതൊക്കെ വായിച്ചേക്കണം. മഫ്ഊൽ ബിഹി പറഞ്ഞിട്ടില്ല അല്ലാഹു, എന്തെന്ന് പറഞ്ഞിട്ടില്ല. വായിക്കുക. പടച്ചവനാണ് അല്ലാഹു, അവനാണ് ഖാലിഖ്, അവനാണ് സൃഷ്ടിച്ചവൻ.
എന്ത് സൃഷ്ടിച്ചു? എല്ലാം സൃഷ്ടിച്ചവനവനാ. എല്ലാം എന്ന് പോലും പറയേണ്ട ആവശ്യം എന്താണ്? അറബ് ഭാഷയിൽ ഇതൊക്കെ പറ്റുള്ളൂ. അറബ് ഭാഷയിലെ ഈ ഒരു ഭംഗി കിട്ടുള്ളൂ. ആ ഭാഷയുടെ ഏറ്റവും വലിയ അത്ഭുതം അതാണ്. ഖലഖ എന്ന് പറഞ്ഞപ്പോഴും എല്ലാം എന്ന അർത്ഥം വന്നു അവിടെ. എല്ലാം പടച്ചവനവനാൻ. ആ രക്ഷിതാവിന്റെ നാമത്തിൽ വായിച്ചേക്കണം എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് നടത്തിയവനാണ്. എന്തുകൊണ്ട് ആരാപ്പന്റെ രക്ഷിതാവായത്? അവനാണടോ നിന്നെ പടച്ചത്. അതാണ് വിഷയം. ഖാലിഖ് അവനാണ്. നീ ഷൈആൻ, നീ വസ്തുവാൻ. അല്ലാഹു ഖാലിഖാൻ, അവനാണ് പടച്ചത്. ആ പടച്ചവന്റെ നാമത്തിൽ നീ വായിച്ചേക്കണം. അത് മാത്രം പോരെ, ഈ ഒരൊറ്റ ആയത്ത് എന്തൊരു അത്ഭുതമാണ്. വായിക്കണം, പഠിക്കണം. എന്താ നീ പഠിക്കണത്? നിന്റെ രക്ഷിതാവ് അള്ളാന്റെ നാമെന്ന് പറഞ്ഞാൽ മതി അവിടെ. പക്ഷെ അള്ളാഹു നിന്റെ രക്ഷിതാവാണ്. നിന്നെ തർബിയത്ത് ചെയ്ത് കൊണ്ടുവരുന്നവൻ അവനാണ്. നിനക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഈ പ്രപഞ്ചത്തിൽ ഒരുക്കി തന്നവൻ അവനാണ്. ഇതൊക്കെ ആശയം വന്നു റബ്ബ് എന്ന് പറഞ്ഞപ്പോ. അവിടെ അള്ളാഹ് എന്ന് പറഞ്ഞപ്പോ നിന്റെ രക്ഷിതാവിനെ വന്നിട്ടുള്ളൂ, നിന്റെ അള്ളാഹുനെ വന്നിട്ടുള്ളൂ. റബ്ബക്, നിന്റെ തർബിയത്ത് ചെയ്തവനാണ് അള്ളാഹു. നിനക്കിവിടെ ജീവിക്കണമെങ്കിൽ ഓക്സിജൻ വേണം, ഇത് ഭൂമിയിൽ കൊണ്ടുവന്നവൻ അള്ളാഹുവാണ്. നിനക്ക് കുടിക്കാൻ വെള്ളമാണല്ലേ, ഇതിവിടെ സംവിധാനിച്ചത് പടച്ച റബ്ബാണ്. നിനക്ക് ഭൂമി വേണം, നിനക്ക് വീട് വേണം, തണല് വേണം, വെളിച്ചം വേണം, ചെടി വേണം, കായകൾ വേണം, ഗ്രെയിൻസ്, ധാന്യം വേണം. ഇതൊക്കെ നിന്റെ തർബിയത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ നിനക്ക് കൊണ്ടുതന്ന ഖലഖ അല്ലദീ ഖലഖ്, അവനാണ് സൃഷ്ടിച്ചത്. ബാക്കിയൊക്കെ സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പോ എന്തിന് പടച്ചോനെ മനസ്സിലാക്കണം? എന്തുകൊണ്ട് അള്ളാഹുവായി ഖലഖ, അവനാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് നീ റബ്ബിനെ പറ്റി പഠിക്കണം, മനസ്സിലാക്കണം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഈ വിഷയം ഇങ്ങനെ ആലോചിച്ചാൽ അന്തം വിട്ടു അല്ലേ? നമ്മൾ പറയുന്ന ഒറ്റയ്ങ്ങനെ ആലോചിച്ചാൽ എന്റെ മനസ്സിൽ വരുന്ന പല വിഷയം വാക്കിലൂടെ പറഞ്ഞുതരാൻ പറ്റണില്ല. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ചു, എന്തെല്ലാം ആലോചിക്കാനുണ്ട്. ഇതൊന്നും ആലോചിച്ചാൽ നമ്മൾ നാളെ ജോലിക്കൊന്നും പോകില്ല. ഇരുന്ന് ആലോചിച്ചു പോകും. അല്ലാഹ്, എന്താണ് ഈ ലോകം? എന്താണ് ഈ സൃഷ്ടിപ്പ്? എന്താണ് ഈ ലോകം? ഇല്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ പറ്റി എങ്ങനെ അറിയും? സൃഷ്ടാവിനെ പറ്റി എങ്ങനെ? ഈ സൃഷ്ടാവിനെ മനസ്സിലാക്കാനാണ് നിന്നെ പറഞ്ഞയച്ചത്, കൊന്തട്ടി നടക്കാനല്ല. കളിച്ചോ, കളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അള്ളാഹു ഹലാലാക്കിയ കളിയൊക്കെ കളിച്ചോ. അങ്ങനെയാ ഇസ്ലാമിൽ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നി ഇൽഹൗ വൽ അബു, നിങ്ങൾക്ക് കുറച്ച് സന്തോഷപ്പെടുന്ന കാര്യങ്ങളും കുറച്ച് കളികളൊക്കെ നിങ്ങൾ കളിച്ചോളി, കുഴപ്പമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇൽഹൗ വൽ അബു, നിങ്ങൾ കുറച്ച് ആസ്വാദനങ്ങളായിക്കോട്ടെ, അള്ളാഹു വെച്ച ആസ്വാദനങ്ങൾ. വൽ അബു, നിങ്ങൾ കളിച്ചോളി, കളിയൊക്കെ നല്ലതാണ്. പക്ഷേ എന്തിന്? അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം. കളിച്ച് ജയിച്ച് ട്രോഫി വാങ്ങാം, അതല്ല. നീ കളിക്കണം, നിനക്ക് ആരോഗ്യം വേണം അല്ലെ? നിന്റെ മാനസികമായ വളർച്ചക്കത് വേണം, ശാരീരികമായ പുഷ്ടിക്കത് വേണം. അതുകൊണ്ട് നിനക്ക് അള്ളാഹുവിന് ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നീ കളിച്ചോ. ഇന്നി അക്റഹു അൻ അറാ അന്ന ഫീ ദീനികും ഗില്ല, ഇസ്ലാം ഒരു പരുക്കമാണെന്ന് പറയപ്പെടാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര ഹദീസാണ്. ചിരിച്ചൂടാ, അങ്ങനെ എന്ത് ചോദിച്ചോ? ഈ ദുന്യാവിൽ നിനക്ക് ആവശ്യമായതൊക്കെ നീ എടുത്തോ, സന്തോഷങ്ങളാകണം, കുറച്ച് കളിയൊക്കെ ആയിക്കോട്ടെ, പക്ഷേ അള്ളാഹു അനുവദിച്ച രീതിയിൽ. ഈ ഹദീസ് മാത്രം പറഞ്ഞ പടച്ചവരെ നമുക്ക് ടൂർണമെന്റ് നടത്തിയാൽ മതി, ഉറങ്ങാൻ ക്ലാസ്സൊക്കെ മതി. ഇങ്ങനെ ഒരു ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ല ഇന്നല്ലോ, അതിനെപ്പറ്റി അല്ലേ പറയണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെയും ജീവിതത്തിലെ ഒരു അനുഭവത്തിൽ നിന്നാണ് തങ്ങൾ ഈ പറയുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയതാ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വന്നപ്പോ ജാഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജാഫറെ അശ്ബഹത ഖൽഖി ഖൽഖക ഖൽഖി വഖുലുകക ഖുലുഖി. ജാഫർ എന്നവരെ, നിങ്ങളുടെ ശരീരപ്രകൃതി എന്റെ ശരീരപ്രകൃതി പോലെയും നിങ്ങളുടെ സ്വഭാവം എന്റെ സ്വഭാവം പോലെയുമാണല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങളുടെ കസിനാണ്. ജാഫർ എന്നവരുടെ തുള്ളിച്ചാടിയില്ലേ, നബി തങ്ങളുടെ അടുത്ത് ഒരു തരം നൃത്തം ചെയ്യുന്ന പോലെ തങ്ങളുടെ ചുറ്റും ആനന്ദ നൃത്തമാടി എന്നൊക്കെ പറയില്ലേ. അപ്പോഴാ തങ്ങൾ പറഞ്ഞത്, സന്തോഷായിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല, ദീൻ പരുക്കമാണെന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് അങ്ങനെയായിരുന്നു. ഈ ഉമ്മത്തിനോട് വെച്ച റഹ്മത്താണത്. പക്ഷെ നമുക്ക് ഹലാലായ കളി പറ്റുള്ള, ഔറത്ത് കാട്ടിയിട്ടുള്ള കളി പറ്റൂല അല്ലേ? മുട്ടുകാലിന്റെ മേലേക്കുള്ള ട്രൗസർ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കളിക്കാൻ പറ്റൂല, മുട്ട് മറയന്നെ വേണം അല്ലേ?
അങ്ങനെയൊക്കെ കളിച്ചോളൂ, എന്താ കുഴപ്പം, ഹലാലായ കളി കളിച്ചോട്ടെ. ദീൻ അതിലൊന്ന് എന്തല്ല, തടസ്സമല്ല. നിങ്ങൾ പാട്ട് പാടിക്കോ, പക്ഷെ മ്യൂസിക് ഉപയോഗിക്കരുത്, അത്രേ ഉള്ളൂ. നല്ല പാട്ട്, മ്യൂസിക് ഇല്ലാത്ത എത്ര പാട്ടുകളുണ്ടെന്നാ. ഇവിടെ ഷാർജ റേഡിയോ, അബുദാബി റേഡിയോ ഒക്കെ നല്ല ഇസ്ലാമിക പാട്ടുകളും കവിതകളൊക്കെ വെക്കാറുണ്ട്. ഷാർജ അബുദാബി റേഡിയോ ഒക്കെ ലിസൺ ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു മ്യൂസിക്കും വേണ്ട, അതിൽ എന്തൊരു മനോഹാരിതയാണ്. നല്ല ദീനി പാട്ടുകൾ, അള്ളാഹുവിന് ഇഷ്ടമുള്ള കവിതകൾ നിങ്ങൾ പാടിക്കോ, അള്ളാഹുവിന് ഇഷ്ടമുള്ള പാട്ടുകൾ പാടിക്കോ. മ്യൂസിക് ഉപയോഗിക്കരുത്, അത്രയുള്ള വിഷയം. നിങ്ങൾ അത് ഉപയോഗിക്കേണ്ട. അതല്ലാണ്ട് ആ ഒരു കലയെ നമുക്ക് അങ്ങനെ നിലനിർത്തിക്കൂടെ? ഇത് മുസ്ലിമീങ്ങളിൽ എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ? എല്ലാവർക്കും മ്യൂസിക്, ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ, മ്യൂസിക് ഇല്ലാത്ത പാട്ടുകളാവട്ടെ, നമുക്ക് അങ്ങനെ ആലോചിച്ചൂടെ? അപ്പോ ആ രീതിയിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ, ആനന്ദങ്ങൾ ആയിക്കോട്ടെ. പക്ഷേ ഇതൊക്കെ അള്ളാഹുലേക്ക്, ആ പാട്ടിൽ പോലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്ത വരുന്നു, അല്ലേ? അങ്ങനത്തെ പാട്ടുകൾ. അതാണ് പെണ്ണുങ്ങളെ പറ്റി അങ്ങനത്തെ അവളാണ് ഇത്, ഇങ്ങനത്തെ അവളാണ് ഇതാ. നമ്മളെ ഇടക്കാലത്ത് കയറിപ്പോകുന്ന ചില പാട്ടുകൾ തിരിച്ചു പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. യാ അല്ലാഹ്. ഇപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിപ്പിക്കണം, സട്ടാവിനെ സംബന്ധിച്ച് ചിന്തിപ്പിക്കണം. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാട്ടുപാടാൻ മദീനത്തെ പള്ളിയിൽ ഒരു ചെയർ കൊടുത്തു എന്നാണ്. മദീനത്തെ പള്ളിന്റെ ഉള്ളിൽ ഉഹ്ജുഹും വജിബ്രീലുമാണ് പാടിക്കോളി ഹസ്സാൻ ഇബ്നു സാബിത്ത്, നിങ്ങൾക്ക് കരുത്തേകാൻ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ അങ്ങനെ പറയുന്നത് ദീനൊരു പരുക്കനാണ്. അങ്ങനെ ദീൻ പരുക്കനല്ല. അല്ലാഹ് അദ്ദീനു യുസ്റുൻ, ദീൻ എളുപ്പമാണ്. പക്ഷെ അതിന്റെ ലിമിറ്റുകളിൽ, അത്രയേ ഉള്ളൂ, അല്ലെ? കളിക്കണ്ടെന്നല്ല പറഞ്ഞ, കളിച്ചോ, നല്ല ആരോഗ്യം ഉണ്ടാവണം. കീപ് ടൈം ടു പ്ലേ, ടേക്ക് ടൈം ടു പ്ലേ, ഇറ്റ്സ് ദ സീക്രട്ട് ഓഫ് സ്റ്റേയിങ് യങ്. അങ്ങനെ കുറച്ച് കളിക്കാനെ കുറച്ച് സമയം കണ്ടെത്തണം എന്നാ. എന്ത് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി, സ്റ്റേയിങ് യങ്, മനുഷ്യന്റെ യൗവനത്തിന്റെ രഹസ്യം അതാണ്. അള്ളാഹുവിന് ഇബാദത്തിനെ എനിക്ക് വേണ്ടേ, അല്ലെ? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണമെങ്കിൽ, രാത്രി ഖിയാമുൽ ലൈൽ നിൽക്കണമെങ്കിൽ എനിക്ക് ആരോഗ്യം വേണ്ടേ? മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ എനിക്ക് ഓടിച്ചാടി നടക്കണമെങ്കിൽ ആരോഗ്യം വേണ്ടേ? അതുകൊണ്ട് നീ കളിച്ചോ. നിന്റെ കളിയുടെ ലക്ഷ്യം അതാണെങ്കിൽ നിനക്കതിന് കൂലിയുണ്ട്. നിസ്കാരം കളാക്കരുത്, ഹറാമായ കളിയും കളിക്കരുത്. ഇത്രയുള്ള വിഷയം. സുബ്ഹാനല്ലാഹ്. എല്ലാറ്റിലും, എല്ലാ വസ്തുക്കളിലൂടെയും നമ്മുടെ കളിയോ, നമ്മുടെ വിശ്രമമോ, നമ്മുടെ വാക്കുകളോ, റീഡിങ്ങോ, പാട്ടുകളോ എന്തോ ആകട്ടെ, എല്ലാം സൃഷ്ടാവിനെ മനസ്സിലാക്കുക എന്ന പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഈ സൃഷ്ടാവിനെ അറിയാൻ പറ്റുന്ന രീതിയാണ് എല്ലാം ആ ഒരു പോയിന്റിലേക്ക് എത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിലൊക്കെ കൂലിയാണ്, ഇതിലൊക്കെ പ്രതിഫലമാണ്, ഇതിലൊക്കെ കൂലിയാണ്, പ്രതിഫലമാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ. പക്ഷെ അല്ലാഹു തആല കാര്യം പറയാണ്, ഈ പ്രപഞ്ചത്തെ ഞാൻ പടച്ചനാണ്. ഇതിന് അവ്വലുണ്ട്, ഇതിന് ആഖിറുമുണ്ട്. ഇതിന് തുടക്കമുണ്ട്, തുടക്കമുള്ളതിന് അവസാനമുണ്ട്. ഏതിന് തുടക്കമുണ്ടോ അതിന് അവസാനമുണ്ട്. കുല്ലു മൻ അലൈഹാ ഫാൻ. എല്ലാ വസ്തുക്കളും, എല്ലാവരും നശിച്ചു പോകുന്നവരാണ്, എല്ലാം നശിച്ചു പോകുന്നവരാണ്. സൂറന്ന കാഹളത്തിലെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? ഒന്നാമത്തെ ഊത്തിലൂടെ എല്ലാം നശിച്ചു പോവുകയാണ്, എല്ലാം നശിച്ചു, പ്രപഞ്ചം മുഴുവനും നശിച്ചു. രണ്ടാമത് ഊത്തൂതാൻ പറയുമ്പോഴാണ് യുഹ്ശറൂന വയുബ്അഥൂൻ, ജനങ്ങൾക്ക് അല്ലാഹു ജീവൻ കൊടുക്കുകയും അവരവർ മരിച്ചിടത്തു നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യുന്ന സമയം രണ്ടാമത്തെ ഒരു ഊത്തിലൂടെയാണ്. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അബാ ഹുറൈറ, അല്ലയോ അബൂ ഹുറൈറ, മാ ബൈനൻ നഫ്ഖതൈനി 40, ഈ രണ്ട് ഊത്തുകൾക്കിടയിൽ 40 ഉണ്ട്. മാ ബൈനൻ നഫ്ഖതൈനി, ഒന്നാമത്തെ ഊത്തിലൂടെ പ്രപഞ്ചം നശിച്ചു കഴിഞ്ഞാൽ എല്ലാം, എവറിത്തിങ് comes to an end, കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു. എല്ലാം ഏതൊരു ഫംഗ്ഷനാണോ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഫംഗ്ഷൻ അവയൊക്കെ നിർത്തിവെച്ചു. ആറ്റങ്ങളുടെ ഉള്ളിൽ, ആറ്റങ്ങളുടെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളും പ്രോട്ടോണുകൾ പോലും കറങ്ങുന്നത് കഅബയ്ക്ക് ചുറ്റും മനുഷ്യർ ചുറ്റുന്ന കറക്കത്തിലാണ്. അതൊരു ഫംഗ്ഷനാണ്, അതുപോലെ നിന്നുപോകും. ഇനി എന്തായാലും പറയാനുള്ളത്, ആറ്റത്തിന്റെ ഉള്ളിലെ പ്രവർത്തനം പോലും അപ്പോഴാ ഹലക, എല്ലാം ഇതൊക്കെ നശിക്കുമെന്ന് പറഞ്ഞു. എല്ലാം നശിച്ചു കഴിഞ്ഞ് മനുഷ്യർക്ക് അല്ലാഹു ജന്മം കൊടുക്കുന്ന, ജിന്നുകൾക്ക് അല്ലാഹു ജന്മം കൊടുക്കുന്ന സമയമാണ് സൂർ എന്ന കാഹളത്തിലൂതുന്നത്. അതിന്റെ ഇടയിൽ 40 അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, 40 സന, 40 വർഷമാണോ നബിയേ? മറുപടിയില്ല. 40 ഷഹ്റ, 40 മാസങ്ങളാണോ നബിയേ? ഇവിടുന്ന് മറുപടി പറഞ്ഞില്ല. 40 യൗമൻ,
ഹബീബായ നബിയെ അങ്ങ് ഉദ്ദേശിക്കുന്നത് 40 ദിവസങ്ങളാണോ ഈ രണ്ട് ഊത്തുകൾക്കിടയിലുള്ളത്? 40 മണിക്കൂറുകളാണോ? മറുപടി പറഞ്ഞില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം? സമയം എന്നത് അള്ളാഹു സൃഷ്ടിച്ചൊരു വസ്തുവാണെങ്കിൽ, സമയം എന്നതൊരു വസ്തുവാണെങ്കിൽ, കുല്ലു ശൈഇൻ, എല്ലാ വസ്തുക്കൾക്കും ഒരു എന്ത് വേണം? സമയം പോലും ഇല്ലായ്മയിലേക്ക് പോകണം. അങ്ങനത്തെ ഒരു നേരമാണ് രണ്ട് സൂര്യന്റെ ഇടയിലുള്ള ഊത്തെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമി മരിച്ചു, എല്ലാം മരിച്ചില്ല, എല്ലാറ്റിനും ഒടുക്കം സംഭവിച്ചു. എല്ലാ ശൈഉം സൃഷ്ടിക്കപ്പെട്ടതെല്ലാം നശിക്കണം. സമയം സൃഷ്ടിക്കപ്പെട്ടൊരു വസ്തുവാണ്, അല്ലേ? അതല്ലേ നമ്മൾ പറഞ്ഞത്? സമയം സൃഷ്ടിക്കപ്പെട്ട സാധനമാ. സമയവും മരിക്കണം. സമയം എന്തെന്ന് പോലും ഗണിക്കാൻ പറ്റാത്തൊരു സമയം അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഇനി കടന്നു പോകാനിരിക്കുന്നു. ഇപ്പൊ സമയമുണ്ട്. ഇനി ഖിയാമത്ത് ഈ വാക്ക് സാക്ഷീകരിക്കപ്പെടണമെങ്കിൽ എല്ലാ വസ്തുക്കളും നശിച്ചു എന്നത് എല്ലാറ്റിനെയും ഉൾപ്പെടുത്തണമെങ്കിൽ സമയമടക്കം മരിക്കണം. അതുകൊണ്ടാണ് 40 അഷ്റഫുൽ ഖൽഖ് വിശദീകരിക്കാതിരുന്നതെന്ന് നമ്മുടെ ഉലമാ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് 40 എന്താന്ന് പറയാതെ പോയത്. 40 എന്താണ് അതിന്റെ അർത്ഥം? നമുക്ക് സമയം എന്ന് പറഞ്ഞു കേട്ടു. ഇതല്ലാതെ മറ്റൊരളവ് പോലുണ്ടെന്ന് പോലും നമുക്കറിയില്ല. അള്ളാഹുവിനെ അറിയാൻ പറ്റുള്ളൂ. സമയം പോലും നശിച്ചു പോകുന്നൊരു ഘട്ടം രണ്ട് സൂറിന്റെ കാഹളത്തിന്റെ ഇടക്ക് വരുന്നുണ്ട്. സൂറെന്ന കാഹളം ഓതുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാം പോലും മരിച്ചു പോകുന്നുണ്ട്. മലക്കുൽ മൗത്തിനെ, അള്ളാഹുവിന്റെ മലക്കുകളെ മുഴുവനും അള്ളാഹു ഒരൽപ്പ നേരത്തേക്കെങ്കിലും സർവ്വ മലക്കുകളെയും അള്ളാഹു മരിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ലിൽ ജലാലി വൽ ഇക്റാം. എല്ലാ ബഹുമാനവും ആദരവും ഏതൊരാൾക്ക് അർഹതപ്പെട്ടതാണോ ആ പടച്ചവനൊഴികെ ബാക്കി എല്ലാവരും മരിക്കുമെന്ന അർത്ഥം ആ വാക്ക് സാക്ഷ്യമാകണമെങ്കിൽ മലക്കുകൾ പോലും മരിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം അടക്കം മരിക്കണം. ഇസ്രാഫീൽ അലൈഹിസ്സലാം മരിക്കണം. റൂഹിനെ പിടിക്കുന്ന മലക്ക് മരിക്കണം. എല്ലാവരും മരിക്കും. പിന്നെ ഉടനെ തന്നെ അല്ലാഹു ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് ജന്മം കൊടുക്കുകയാണ്. എന്നിട്ടാണ് രണ്ടാമത്തെ ഊതൂതുന്നത്. സുബ്ഹാനല്ലാഹ്. എല്ലാറ്റിനും അള്ളാഹു വെച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ. ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം എത്ര നിസ്സാരമാണെന്ന് മനസ്സിലാക്കി തരാൻ അള്ളാഹു ഒരു വേള നമ്മെ ചിന്തിപ്പിക്കുകയാണ്. ഇതൊക്കെ നശിച്ചു പോകാനുള്ളതാണ്. നമ്മൾ എന്തുണ്ടാക്കിയാലും അത് നശിക്കും. അല്ലാഹു തആല ഇവിടെ തന്നെ അവന്റെ അദാബിലൂടെ നശിപ്പിക്കും. പിന്നെ ഖിയാമത്ത് നാളാകുമ്പോൾ എന്തായാലും ഇതൊക്കെ നശിച്ചു പോകാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ കെട്ടിപ്പടുക്കുന്നത് ആഖിറമാണോ ദുനിയാവാണോ? ഇതാണ് വിഷയം. നിങ്ങൾ അള്ളാഹുവിന്റെ ആഖിറം തെരഞ്ഞെടുക്കുന്നുണ്ടോ അതല്ല എന്നേക്കുമായി നശിച്ചു പോകാനിരിക്കുന്ന ഇവിടെയാണോ നിങ്ങൾക്ക് കൂടെയേണ്ടത്? ഈ ഒരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. കുല്ലു മൻ അലൈഹ വയബ്ഖാ വജ്ഹു റബ്ബിക. മറ്റൊരർത്ഥം അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അത് മാത്രമാണ് ബാക്കിയാകാൻ പോകുന്നത്. ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോകും. രണ്ടാമത്തെ അർത്ഥം അതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലും നഷ്ടപ്പെട്ടു പോകും. ആദ്യം പറഞ്ഞത് എല്ലാറ്റിനും നാശം എന്ന് പറഞ്ഞ സംഗതി സംഭവിക്കും അള്ളാഹുവിനൊഴികെ. ഇനി പറയുന്നത് കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ. എല്ലാ സാധനങ്ങളും എല്ലാം നശിച്ചു പോകുന്നതാണ്. ഇല്ലാ വജ്ഹ. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്തതൊഴികെ ബാക്കിയെല്ലാം നശിക്കും. എല്ലാം പോകും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന അധ്വാനം, നമ്മുടെ മക്കളെ വളർത്തുന്നത്, നമ്മുടെ കുടുംബജീവിതം നയിക്കുന്നത്, നമ്മൾ ചെലവഴിക്കുന്നത്, നമ്മൾ കെട്ടിപ്പടുക്കുന്നത്, നമ്മൾ ദാനം ചെയ്യും, അള്ളാഹുവിന് വേണ്ടി ചെയ്തതാണോ ഇതൊക്കെ ബാക്കിയാവും. അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഇതിന് കൂലി അള്ളാഹു എനിക്ക് തരണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തോ അത് അള്ളാഹു തആല ബാക്കിയാക്കി തരും. ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇതിവിടെ പ്രബലമായ അർത്ഥമാണ്. കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ. എല്ലാം നശിക്കും. അള്ളാഹുവിന് വേണ്ടി ചെയ്തത് മാത്രമേ ഇവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. എനിക്കിതിന് അള്ളാഹു കൂലി തരണമെന്ന് വിചാരിച്ചു ചെയ്തോ ഇൻഷാ അള്ളാഹ് അത് അവിടെ ബാക്കി ഉണ്ടാവും. അതല്ല കുടിരിക്കലാണ്. ഏതാനും കൊടുക്കണ്ടോ, എനിക്ക് തന്നതല്ല അതുകൊണ്ട് ഞാൻ കൊടുക്കട്ടെ, ആ പൈസ കൊണ്ട് പോയി കിട്ടിയെന്നതാണ്. അള്ളാഹുവിന് വേണ്ടി ചെയ്തോ അതേ ബാക്കിയാവണുള്ളൂ. കുട്ടിയും പഠിച്ച് വലുതായിട്ടും എഞ്ചിനീയറും ഡോക്ടറൊക്കെ ആയിട്ട് വലുതായിട്ടേ എന്തിന് എനിക്കിന്ന് 4 ആളുടെ മുമ്പിൽ കോളറൊക്കെ നിർത്തി നടക്കണം. ഇതാ നിന്റെ ലക്ഷ്യം. നിന്റെ മകനെ പഠിപ്പിക്കാൻ ചെലവഴിച്ച സർവ്വ കാശും വെള്ളത്തിലാണ്. അവനെ പഠിപ്പിച്ചതോ അധ്വാനിച്ചതോ അവന് ടിക്കറ്റ് എടുത്ത് പറഞ്ഞയച്ചതോ യാത്ര എല്ലാം എന്റെ ലക്ഷ്യം എന്തായിരുന്നു? അള്ളാഹുവിന്റെ ലക്ഷ്യം ആയിരുന്നില്ല. എന്റെ മകൻ പഠിക്കണം, അവൻ അള്ളാഹുവിനെ പറ്റി ബോധമുള്ള ആളാവണം, അവൻ ഇൽമുണ്ടാവണം,
അവൻ ദീനിന് സേവനം ചെയ്യുന്ന ആളായിരിക്കണം. അവൻ എന്ത് പഠിച്ചോട്ടെ, എഞ്ചിനീയറിംഗോ ബിടെക്കോ എന്ത് ഹൈടെക് എഡ്യൂക്കേഷൻ എടുത്തോട്ടെ, പക്ഷേ അവൻ മുത്തഖയായി ജീവിക്കണം. ഇതാണ് വാപ്പയുടെ ലക്ഷ്യം. അതിനുവേണ്ടി ചിലവ് ഇൻഷാ അള്ളാഹ് അവൻ ഡോക്ടറോ എഞ്ചിനീയറോ എന്ത് കെമിസിസ്റ്റോ ഫിസിക്സിസ്റ്റോ എന്തോ ആകട്ടെ, എന്ത് ജോലി ചെയ്താലും ഇൻഷാ അള്ളാഹ് ആ വാപ്പ ചെയ്തതിന് കൂലിണ്ടാവും. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ. പടച്ചവന് വേണ്ടി ചെയ്തിട്ടുണ്ടോ അതിന് കൂലിണ്ടാവും. വീടുണ്ടാക്കിയത് അല്ലാഹുവേ മുഅ്മിനായ മനുഷ്യന് നീ കൊടുക്കുന്ന സആദത്താണല്ലോ റബ്ബേ, സന്തോഷമുള്ള കാര്യമാണല്ലോ പടച്ചവന്റെ വീടുണ്ടാക്കുന്നത്. അല്ലാഹുവേ നിന്റെ നിഅമത്ത് എന്നെ ശുക്ർ ചെയ്യാൻ എനിക്ക് തൗഫീഖ് താ റബ്ബേ. ഇത് മുഅ്മിന് നീ തരുന്ന സൗഭാഗ്യമല്ലേ, ഞാൻ നിനക്ക് ശുക്ർ ചെയ്തുകൊണ്ട് സ്വീകരിക്കുകയാണ് അല്ലാഹ്. ആരോടോ അഭിമാനം പറയാനോ ആരെയും ഞെട്ടിക്കാനോ ആരെയും പേടിപ്പിക്കാനോ ഇതിനൊന്നല്ല റബ്ബേ ഞാൻ പോരണ്ടാക്കുന്നത്. താമസിക്കാൻ ഒരിടം വേണം, ഒരു മനുഷ്യന്റെ ഇസ്സത്തിനോട് യോജിച്ച ഇടമായിക്കോട്ടെ, അതൊക്കെ നീ അനുവദിച്ചതല്ലേ പടച്ചോനെ, ഇതുകൊണ്ട് നിങ്ങൾ ചെയ്തോ ഇൻഷാ അല്ലാഹ് അതിന് കൂലിയുണ്ട്. അതല്ല ആലോകക്കാരനെ ഞെട്ടിക്കല ലക്ഷ്യം ഉണ്ടായിരുന്നത്, ആ പൈസ പോയി. എന്ത് പരിപാടി ഇങ്ങനെയാണ്. കുല്ലു ഷൈഇൻ ഹാലിക്, എല്ലാം പോയി പോകും, എല്ലാം പോയി പോകും. ഒരു സദസ്സിലേക്ക് വന്നു, അള്ളാഹുവിനെ പറ്റി പഠിക്കണം എന്നാ മനസ്സിൽ ലക്ഷ്യമുണ്ടായിരുന്നത്, അത് വിജയിച്ചു. നിങ്ങൾ ഇരിക്കുന്ന സെക്കൻഡുകൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിലാണ്. അതല്ല പോയി നോക്കുക, എന്താ മട്ടം നോക്കുക, ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ, ടെസ്റ്റ് ചെയ്ത് വയ്ക്കോ. പക്ഷെ അത് അള്ളാഹിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഓരോ കാൽവപ്പിനും കൂലിയാണ്. എന്ത് സംഗതി ജോലി ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ജോലിയുടെ നാടല്ലേ, ജോലി ചെയ്തുകൊണ്ടിരിക്കുക. പടച്ചോനെ ഹലാലായ ജോലി തരണം റബ്ബേ. കുടുംബത്തെ പോറ്റലും അധ്വാനിക്കലും നീ കൂലി തരുന്ന വിഷയമല്ലേ പടച്ചോനെ. എന്റെ ഭാര്യയെ, എന്റെ മക്കളെ, എന്റെ കുടുംബത്തെ നോക്കാൻ, കല്യാണം കഴിക്കാത്തവരെ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു മഹറോ അവരുടെ ചെലവിനോ ഉള്ള വിഷയം തയ്യാറ് ചെയ്യാൻ ഞാൻ ഹലാലായ ജോലി ചെയ്യേണ്ട ആളാണല്ലോ റബ്ബേ. എന്റെ ജോലി, ഞാൻ ജോലിക്ക് പോകുന്നത്, അതിന് വാഹനം കയറുന്നത്, അവിടെ പോയി പഞ്ച് ചെയ്യുന്നത്, ഓഫീസിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നത്, ഇതെല്ലാം പിന്നെ കൂലിയാണ്. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ. പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടിയാണോ നീ ജോലിക്ക് പോയത്, ഇൻഷാ അല്ലാഹ് അതിന് കൂലിയുണ്ട്. അതല്ല 2 കൊല്ലം കൊണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കി നാട്ടിൽ പോകണം, ഇത്ര എന്റെ കയ്യിൽ ലക്ഷ്യമുള്ളൂ. പൈസ അല്ലാഹു കയ്യിൽ തരും, പക്ഷെ നീ ചെയ്ത മുഴുവൻ സമയവും നഷ്ടത്തിലേക്ക് പോവാണ്. കുല്ലു ഷൈഇൻ ഹാലികുൻ, എല്ലാം നശിച്ചു പോകും ഇല്ലാ വജ്ഹ. എന്ത് ചെറിയ മൈന്യൂട്ട് വിഷയം മുതൽ ഏറ്റവും വലിയ സീരിയസ് ആയ വിഷയം വരെ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്തോ അതിന് കൂലിയുണ്ട്. അതുകൊണ്ടാണ് വസ്ത്രം ധരിക്കുമ്പോൾ ആർക്കാൻ വേണ്ടി പറയുന്നത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ജുബില അലൈഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരിഹി വശർരി മാ ജുബില അലൈഹി. ഒരു മനുഷ്യൻ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ യാ അല്ലാഹ്, ഈ വസ്ത്രം കൊണ്ട് എന്തെല്ലാം നന്മ നീ ഉദ്ദേശിച്ചിട്ടുണ്ടോ ആ നന്മ എനിക്ക് തരണം റബ്ബേ. ഈ വസ്ത്രത്തിൽ എന്തെല്ലാം ഷർറുകൾ ഉണ്ടാകാമോ, ഞാനങ്ങ് ചെത്തിപ്പൊളിച്ച് നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു വെമ്പർനോടിന്റെ പിന്നാലെ കൂടും, പടച്ച റബ്ബേ അതൊന്ന് എന്റെ ഈ വസ്ത്രം കൊണ്ട് കാണിച്ചു തരല്ലേ റബ്ബേ, എന്റെ വസ്ത്രത്തിന്റെ ഷർറിന്ന് കാക്കേണമേ ചോദിക്കാൻ പറഞ്ഞിരിക്കുക. ഇപ്പൊ ജീൻസ് ഒക്കെ ഇട്ട് നടക്കുന്ന ചെക്കന്മാരെ കുട്ടികളൊക്കെയാണ് ഇല്ലേ, ആ ജീൻസ് ഇറങ്ങണ അസുഖമൊക്കെ ഇപ്പൊ മാറിയില്ലേ, ഔറത്തിന്റെ താഴത്തിങ്ങോട്ട് വരുന്നേ അല്ലേ, ആ മോഡൽ പോയി തോന്നുന്നു അല്ലേ കുറച്ചൊക്കെ. അൽഹംദുലില്ലാഹ്. ഇനിയിപ്പോ ആ മോഡൽ മാറിയത് അറിയാത്ത ആൾക്കാരെ തന്നെ ഉണ്ടാവുള്ളൂ. വസ്ത്രത്തിൽ ചില ഫിത്നകൾ വരുന്നതാണ്, ഒരു അട്രാക്ഷൻ വരും. ആ അട്രാക്ഷൻ നന്മയിലേക്ക് ആക്കി തരണം പടച്ചോനെ എന്ന വസ്ത്രം ധരിക്കുമ്പോൾ ചില ദ്വായാണത്. എന്നും വസ്ത്രം ധരിക്കുമ്പോൾ അൽഹംദുലില്ലാഹി അല്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. റബ്ബേ, എന്റെ ഒരു പരിശ്രമം ഒന്നുമില്ലാതെ നിന്റേതായ ഔദാര്യം കൊണ്ട് നീ തന്ന വസ്ത്രമല്ല റബ്ബേ, അൽഹംദുലില്ലാ. ഇത് ചൊല്ലിയിട്ട് എന്നും വസ്ത്രം ധരിക്കാവുന്ന, പുതിയത് ധരിക്കുകയാണെങ്കിൽ ചൊല്ലേണ്ട വിഷയമാണത്. പുതിയൊരു വാഹനം കിട്ടിയതാ, അല്ലാഹു ഈ വാഹനത്തിന് എന്തെല്ലാം ഖൈറുകളുണ്ടോ ആ ഖൈർ നീ തരണം റബ്ബേ. ഇതിന് എന്തെല്ലാം ഷർറുകൾ വരാമോ, ഈ വാഹനം എടുത്തിട്ട് നമ്മൾ ഗാനമേളക്ക് പോവുക, അതതിന്റെ ഷർറാൻ. പടച്ചോനെ അങ്ങനെ തോന്നിപ്പിക്കല്ല റബ്ബേ അല്ലെ. വാഹനം എടുത്തിട്ട് കള്ളുപിടിക്കാൻ വേണ്ടി പോവാൻ, പടച്ചോനെ ആ ഷെറന്ന് കാക്ക റബ്ബേ. ഇതിൽ എന്തെല്ലാം ഷെർ, ആ ഷെറന്ന് കാക്കണമേ. മാസം കണ്ടിരിക്കുമ്പോ ചന്ദ്രമാസം, ഈ നമ്മുടെ അറബ് കലണ്ടർ പോകുന്നത് മാസം ഈ ചന്ദ്രവർഷത്തെ കണക്കാക്കിയിട്ടാണല്ലോ. ചന്ദ്രന്റെ ചന്ദ്രന്റെ ആ വരവ് നോക്കിയിട്ടാണ് നമ്മുടെ അറബ് മാസം കണക്കാക്കിയിട്ടുള്ളത്. ഇത് വലിയൊരു അത്ഭുതമാണ്. സൂര്യനെ നോക്കിയിട്ട് മാസം കണക്കാക്കാൻ പറ്റില്ല. സൂര്യനെ കണ്ട എന്നും രാവിലെ വൈകുന്നേരം സൂര്യ ഒരേപോലെ തന്നെയാണ് അല്ലേ. സൂര്യനെ നോക്കിയിട്ട് ഇന്ന് മാസം എത്രയായി തോന്നുമോ? സൂര്യനെ നോക്കിയിട്ട് ഇന്നിപ്പോ മാസം 15-ാം തീയതിയാണോ 30-ാം തീയതി കണ്ടാൽ മനസ്സിലാവുമോ? അത് കലണ്ടറിനെ നോക്കണ്ടേ. നേരെ മറിച്ച് ചന്ദ്രനെ നോക്കിയാൽ മനസ്സിലാവും. മിനിമം മാസം തുടങ്ങാണോ അവസാനിക്കാന്നോ രണ്ടാമതൊന്നും മനസ്സിലാവും അല്ലേ. ചന്ദ്രനെ കാണുമ്പോൾ ദുആ ഇരക്കണം അല്ലേ. എന്താ ദുആ? അല്ലാഹുമ്മ ഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാമി ഹിലാല റുഷ്ദിൻ വഖൈർ. ദ്വാരക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പടച്ചവനെ, എന്റെയും ഈ ചന്ദ്രന്റെയും റബ്ബ് നീയാണല്ലോ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ. യാ അല്ലാഹ്, ഈ ചന്ദ്രനെ ഞങ്ങൾക്ക് തന്നത് നല്ല ഈമാനും തഖ്വയും സുരക്ഷിതത്വവും കിട്ടുന്ന അവസ്ഥയിലാക്കി തരണേ റബ്ബേ. വഅസ്അലുക ഖൈറ ഹാദ അശ്ശഹർ വഖൈറ മാ ഫീ. ഈ മാസത്തിൽ എന്തെല്ലാം ഖൈറുണ്ടോ ആ ഖൈർ നീ എനിക്ക് തരണമേ. വഅഊദു ബിക മിൻ ശർരി ഹാദ. ഈ മാസത്തിൽ എന്തെല്ലാം ഷർറുകളുണ്ടോ പടച്ചവനെ, ആ ഷർറുകൾ നീ എന്നെ കാക്കണമേ. ദ്വാരക്കാൻ പറഞ്ഞിരിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം ഇങ്ങനെയാണ്. കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ. അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി ചെയ്യുന്നതല്ലാതെ മറ്റെല്ലാം നശിച്ചു പോകും. സൂറത്തുർ റഹ്മാനിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാവരും മരിക്കും, എല്ലാം മരിക്കും. മുഅ്മിനീങ്ങൾ അവസാനം മരിക്കുന്ന ഒരു രീതി മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരുമ്പോ ഇൻഷാ അല്ലാഹ് ഒക്കെ കാണാൻ ആർക്കാണോ ഭാഗ്യം ഉണ്ടാവുക. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് കൃത്യമായിട്ട് ശരിക്കും അതിന്റെ വിഷ്വൽ രീതിയിൽ റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഡമസ്കസിലാണ് വരുന്നത്, സിറിയയിലാണ് വരുന്നത്. ഈസ്റ്റ് ഡമസ്കസിലെ ആ പള്ളിയുടെ വെളുത്ത മുനാരത്തിലൂടെ ഇറങ്ങി വരിക. സുബഹി നിസ്കാരത്തിന് നേരത്തായിരിക്കും വരിക. ഈസാ നബി ആ പള്ളിയൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, അതല്ല അത്ഭുതം. അൽ മസ്ജിദുൽ അമവി, ഒരു 800ഓളം വർഷങ്ങൾ പഴക്കമുള്ള ആ പള്ളിയാണ് ഈസ്റ്റ് ഡമസ്കസിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഉലമാ, അവർ അന്നത്തെ ഭരണാധികാരികൾ മശൂറ ചെയ്ത് കൂടിയാലോചിച്ചുണ്ടാക്കിയ പള്ളി. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രവചനത്തിന്റെ ബാക്കിയാണ്. അങ്ങനെ പള്ളിയോടെ വരും, വെളുത്ത മുനാരങ്ങളാണ്. ആ മുനാരത്തിലൂടെ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോൾ മുടിയിൽ നിന്നിങ്ങനെ വെള്ളം ഉറ്റുന്നുണ്ടാകും. യതഖത്തറു, അവിടുന്ന് മുടിയിന്ന് വെള്ളം ഇങ്ങനെ മിസ്ലുൽ ജുമാൻ, ആ വെള്ളത്തുള്ളി ഉറ്റുന്നത് കണ്ട് അത് മുത്തുകളാണെന്ന് തോന്നും. ഇപ്പൊ കുളിച്ചിറങ്ങി വരുന്ന പോലെ അള്ളാഹുവിന്റെ 2 മലക്കുകളുടെ ചിറകുകളിൽ കൈവച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഇറങ്ങി വരിക. മുനാരത്തിനോട് ചാരിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഇറങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു കാഴ്ചക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. അപ്പോ ന്യൂസ് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യത് അല്ലേ, ഈസാ നബി വന്നു എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു, ആൾ വന്നിട്ടുണ്ട്. നമ്മളത് കേൾക്കും. ആദ്യത്തെ 2 ദിവസം, ആദ്യത്തെ ഒരാഴ്ചയോ 2 ആഴ്ച കഴിഞ്ഞിട്ടും നാടും മുഴുവൻ വേൾഡ് ഈസാ നബിയെ കുറിച്ചായ കാരണം പിന്നെ നമ്മൾ മറക്കും. അങ്ങനെ ഉണ്ടാവുക. മനുഷ്യന്മാരങ്ങനെയാണ്. ദജ്ജാൽ വരും, അതൊക്കെ ഭയങ്കര ന്യൂസ് ആയിരിക്കും. ദജ്ജാൽ എന്ന സംഗതി ഒരു ആന്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഒറ്റക്കണ്ണനായ ഒരു മനുഷ്യൻ വരുമെന്ന് പറഞ്ഞ് ആ സംഭവം ഇറാഖിന്റെയും സിറിയയുടെയും ഇടയിൽ വരുന്ന ലോകത്ത് ഇൻജസ്റ്റ് ഏറ്റവും കൂടുതൽ അനീതി നടക്കുന്ന കാലത്താണ് മസീഹു ദജ്ജാൽ വരിക. അത് മാത്രമല്ല, ദജ്ജാലിനെ കുറിച്ചുള്ള ചർച്ച പോലും സമൂഹത്തിൽ നടക്കൂല, ആ കാലത്താണ് വരികയെന്നാണ്. പക്ഷെ വന്നാൽ അതൊരു ന്യൂസ് ആർട്ടിക്കിളായിരിക്കും, എക്സ്ക്ലൂസീവ് ന്യൂസുകളായിരിക്കും ചാനലുകൾക്ക്. നമ്മളൊക്കെ ഒന്നും ഞെട്ടും. പിന്നെ ദജ്ജാൽ വന്ന് 2 കൊല്ലം കഴിയുമ്പോൾ പിന്നെ മൂപ്പരവിടെ ഉണ്ടല്ലോ, നമ്മളെ ലോകത്തുണ്ട്. മനുഷ്യനിങ്ങനെ മറക്കുന്നതാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് മുഅ്മിനീങ്ങളിൽ ഏറ്റവും കടഞ്ഞെടുത്ത മുഅ്മിനീങ്ങൾ അല്ലാഹു തആല തെരഞ്ഞെടുക്കൽ അപ്പോഴാണ്. അവരാണ് ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി ജൂതന്മാർക്കെതിരെ യുദ്ധം ചെയ്യുക. അവരുടെ കയ്യിലാണ് അല്ലാഹു തആല ഫത്ഹ് കൊടുക്കുക. ജെറുസലേമിലെ മസ്ജിദുൽ അഖ്സ മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ മലക്കുകളും കല്ലുകളും വൃക്ഷങ്ങൾ പോലും മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി ആ യുദ്ധത്തിൽ പണിയെടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യജൂജ് മഅജൂജിനെ അല്ലാഹു നശിപ്പിച്ചു കളയും. യുർസിലു അലൈഹിമുൻ നഗഫ, ഒട്ടകത്തിന്റെ തലയിലൊക്കെ കാണുന്ന ചെറിയൊരു പുഴുവിനെ പോലെ സാധനത്തിന് നഗഫ് എന്ന് പറയാം. ആ സാധനം യജൂജ് മഅജൂജുകൾ എന്ന് പറയുന്ന 2 വിഭാഗം വലിയ ട്രൈബ്സ്, 2 വലിയ സമൂഹങ്ങളാണ്. അവരുടെ തലയ്ക്ക് അല്ലാഹുവിനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് തട്ടുന്നതോടുകൂടി അവർ ശവങ്ങളായി വീടുപോകും. പിന്നെ അല്ലാഹു മഴ കൊണ്ടുവന്നിട്ട് ഒലിച്ച് മലവെള്ളപ്പാച്ചിന് പോലെ വെള്ളം വന്ന് ഈ ഡെഡ് ബോഡി മുഴുവനും എടുത്ത് അല്ലാഹു കഴുകിക്കളയുന്നതാണ്. അങ്ങനെ മുഅ്മിനീങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ സുഭിക്ഷമായി ജീവിക്കും 40 വർഷം. ആ 40 വർഷം പകല് നല്ല വെളിച്ചം, രാത്രി എല്ലാവരും കടന്നുറങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് അണഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ, ഭയങ്കര ബറക്കത്ത്. ഒരു ഉറുമാമ്പഴം കിട്ടിയ ഒരു കുടുംബത്തിന് തിന്നാൻ അതന്നെ മതി. അങ്ങനത്തെ ബറക്കത്ത് അല്ലാഹു നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ കഴിഞ്ഞ് അല്ലാഹു ലോകം നശിപ്പിക്കുക എന്ന് പറഞ്ഞ സംഭവം. കുല്ലു മൻ അലൈഹാ ഫാൻ, കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ, എല്ലാം നശിപ്പിക്കുക എന്ന അള്ളാഹുവിന്റെ തീരുമാനം വരുന്നതിന്റെ മുമ്പ് മുഅ്മിനീങ്ങൾ അള്ളാഹു കൊണ്ടുപോകും. യുർസിലു അലൈഹിം റീഹൻ തയ്യിബ, അള്ളാഹു തആല ഖഫീഫൻ, വളരെ നേർത്ത ഒരു കാറ്റിങ്ങനെ പറഞ്ഞയക്കുന്നതാണ് മുഅ്മിനീങ്ങൾ. ആ സമയം മുസ്ലിമീങ്ങൾ ഫലസ്തീനിലും സിറിയയിലും ഡമസ്കസിന്റെ ആ ഭാഗങ്ങളിലാണ് മുഅ്മിനീങ്ങൾ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിഡിൽ ഈസ്റ്റിൽ പോലും മുഅ്മിനീങ്ങളെ യസൂഖുഹും സൗഖാ,
ഒരു തീ ഇങ്ങനെ വന്നിട്ട് ചൂട് ഭൂമിന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് അടുക്കാൻ പറ്റാതെ യമനിന്റെ ഭാഗത്ത് തുടങ്ങി യഹ്ശറുഹും ഇല അർദിൽ മഹ്ശർ, മഹ്ശറായുടെ ഭൂമിയിലേക്ക് ജനങ്ങളെങ്ങനെ കൊണ്ടുപോകുന്ന, അങ്ങോട്ട് അടുക്കാൻ വയ്യ, അങ്ങോട്ടൊക്കെ തീ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, വോൾക്കാനിക് ഇറപ്ഷൻസ്, ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് സങ്കല്പിക്കാം. തീയാണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ തീയില്ലാത്ത ഭാഗം നോക്കി അവർ സിറിയയിലേക്ക് കടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അർദുൽ മഹ്ശരി വൽ മൻശർ. ഷാം എന്ന് പറയാം, ഇന്നത്തെ സിറിയ അടക്കമുള്ള ഫലസ്തീൻ അടക്കമുള്ള പ്രദേശത്തിനാണെന്ന് ഷാം എന്ന് പറയാം. അവിടെയാണ് മഹ്ശർ നടക്കാൻ പോകുന്നത്. ഈമാൻ പിന്നെ അവിടേക്ക് ഒതുങ്ങിക്കൂടുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മദീനയിലായിരുന്നു, മദീനത്തിൽ നിന്ന് ഷാമിലേക്ക് അല്ലാഹു കൊണ്ടുപോകുമെന്നാണ്. ഭയങ്കര അത്ഭുതമാണ് ഈ റീജിയൻ. നമ്മൾ നിലകൊള്ളുന്ന ഈ പ്രദേശം ഭയങ്കര അത്ഭുതമാണ്. അവിടേക്കാ എത്തുക. ആ മുഅ്മിനീങ്ങളെ മരിപ്പിക്കണം. ഇവിടെ ഒരുപാട് വെൽവ് ചെയ്യുന്ന വേറെയും ഒരു വെറും കൊലപാതകവും വ്യഭിചാരവും നടത്തുന്ന ഒരു കൂട്ടർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒന്ന് ബാക്കിയുണ്ടാകുമെന്നാണ്. പക്ഷെ മുഅ്മിനീങ്ങൾ ഉണ്ടാവുക ഈ ഭാഗങ്ങളിലേ ഉണ്ടാവും. അവർക്ക് എത്താനുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ അന്നുണ്ടാവും. അതാണ് അതിന്റെ അത്ഭുതം. ഓരോ നാട്ടിലെയും ആലിമീങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഹിജറയെ സംബന്ധിച്ച് പറഞ്ഞെടുക്കലോ, ഈ നാടുകളിലേക്ക് പ്രദേശത്തേക്ക് അവർ എത്തിപ്പെടുകയോ ചെയ്യും. എന്തായിരുന്നാലും മുഅ്മിനീങ്ങൾ ഈ ഭാഗങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുമെന്നാണ് ഹദീസിന്റെ ഭാഷ്യം. അള്ളാഹു ഒരു കാറ്റയക്കാണ്. യുസീബു, ആ കാറ്റ് എല്ലാ മുഅ്മിനെയും ചെന്ന് തട്ടുമെന്നാണ്. എല്ലാ മുഅ്മിനെയും. വലൗ കാന ഫീ ദൈരിൻ, ഏതെങ്കിലും ഒരു ഗുഹന്റെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കുകയാണെങ്കിൽ പോലും ഈ മന്ദമാരുതൻ, ഈ ചെറിയ ബ്രീസ്, നസീം, ആ ഒരു നല്ല മനോഹരമായ നേർത്ത കാറ്റ് സത്യവിശ്വാസികളുടെ ശരീരത്തിലേക്ക് തട്ടിങ്ങനെ കക്ഷത്തിന്റെ അടിയിലൂടെ ഇങ്ങനെ കടന്നു പോകുമെന്നാണ്. ആ കാറ്റ് തട്ടുന്നത് മുഅ്മിനാണോ അവൻ അവിടെ തന്നെ മരിച്ചു വീഴുകയാണ്. അങ്ങനെ മുഅ്മിനീങ്ങൾക്ക് ഈ കാറ്റയച്ചുകൊണ്ടാണ് കുല്ലുമൻ അലൈഹ ഫാൻ, അവസാനത്തെ മുഅ്മിനീങ്ങൾ അള്ളാഹു കൊണ്ടുപോകുന്നത് ഈ നേർത്ത കാറ്റിലൂടെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ലോകത്ത് ബാക്കിയുണ്ടാവുക അൽ ഫജറ, തോന്നിവാസികളായ മനുഷ്യന്മാർ മാത്രമായിരിക്കുന്നു. തോന്നിവാസികൾ. ഈ തോന്നിവാസികൾ എന്ന് പറഞ്ഞ പ്രയോഗത്തിനകത്ത് എന്താ? തോന്നിയത് എന്താണെന്ന് ചെയ്യുന്നവർ, തോന്നിയതുപോലെ വസിക്കുന്നവരെന്നോ തോന്നിയതുപോലെ ജീവിക്കുന്നവരെന്നോ എന്നൊക്കെ അർത്ഥം പറയാം അല്ലേ? ഹവൻ നഫ്സ്, ശരീരത്തിന്റെ എന്താണ് ഇഷ്ടമെന്താ അതനുസരിച്ച് ചെയ്യുക. തനിക്ക് തോന്നുന്നുണ്ട് വിജയ്, എന്നാ പിന്നെ കള്ളുടിക്കാൻ തോന്നുന്നുണ്ട്, എന്നാ കള്ളുടിക്കുക, ഓനെ രണ്ട് കൊടുക്കണം തോന്നുന്നു, എന്നാ പിന്നെ അത് ചെയ്യുക. എന്താ തോന്നുന്നത് ചെയ്യുക. ഇതിനാണ് ഹവൻ നഫ്സിനെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ. അത് ചെയ്യാൻ പാടില്ല എന്നാ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. കൺട്രോൾ ചെയ്യണം. അള്ളാഹു പറഞ്ഞു, നീ ആ ഒരു ചട്ടക്കൂട്ടിലേക്ക് നിന്നെ കൊണ്ടുവരണം. അത് ചെയ്യലാ മുഅ്മിനിന്റെ ബാധ്യത. പക്ഷെ ഇതൊന്നും ചെയ്യാത്തൊരു വിഭാഗമെന്ന് ബാക്കിയുണ്ടാകും. വഅലൈഹിം തഖൂമുസ്സാഅ, അവരുടെ തലയിലേക്കാണ്, അവരുടെ മീതെയാണ് അന്ത്യനാളിന്റെ മഹാ അപകടങ്ങൾ സംഭവിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന സംഭവമൊക്കെ നടന്നതിന് ശേഷമാണ്. കുല്ലുമൻ അലൈഹ ഫാൻ ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് അധികാരം ആർക്കാണ്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ എന്ന് മഹ്ശറായിലെ വലിയൊരു മറുപടി അതാണ്. എല്ലാറ്റിന്റെയും ഉടമസ്ഥനായ അള്ളാഹുവിന്റെ മാത്രമാണ്. അങ്ങനെ ഒരു നേരം ഈ പ്രപഞ്ചത്തിൽ വരാനിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ തീർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുല്ലുമൻ, നമ്മൾ എത്ര തന്നെ ഇവിടെ സമ്പാദിച്ചു കൂട്ടിയാലും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിച്ചു പോയി. മറ്റുള്ളവർ അതിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പോലും സമയമില്ലാത്ത ഒരവസ്ഥയിൽ അങ്ങനത്തെ ഒരു കാലഘട്ടം വന്ന് എല്ലാം ഇവിടെ ഇട്ടേച്ച് ഓടിപ്പോവുകയാണ്. കുല്ലുമൻ അലൈഹ ഫാൻ. പക്ഷേ നാശം ഒരിക്കലും സംഭവിക്കാത്ത ഒരുത്തനുണ്ട്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നൊരിക്കൽ സ്വഹാബത്തിന്റെ കൂടെ അവരെ നിലാവിലേക്ക് നിലാവെളിച്ചത്തിൽ സ്വഹാബത്തിന്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുക. നല്ല നിലാവ്. റസൂലുള്ളാഹി തങ്ങളുടെ ടീച്ചിങ് സ്റ്റൈൽ നോക്കണം. പറഞ്ഞു കൊടുക്കുക. നിലാവിലേക്ക് വന്നു. അവിടെ നല്ല ചന്ദ്രൻ മനോഹരമായി പ്രകാശിക്കുകയാണ്. നല്ല പ്രകാശം. ഈ ചന്ദ്രനെ നോക്കിയിട്ട് ഭയങ്കര ഭംഗിയാണല്ലോ. നമുക്ക് രാത്രിയുടെ ഭംഗി ഈ നാട്ടിൽ കിട്ടുന്നില്ല പ്രകാശം കൊണ്ട്. പക്ഷേ ഈ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ചന്ദ്രനെ നോക്കിയിരിക്കുക, അള്ളാഹുവിന്റെ ആകാശത്തേക്ക് നീല ആ ഒരു ഇവിടൊക്കെ അത് കിട്ടും. പകലൊക്കെ ആകാശത്തിന്റെ തെളിമ. എവിടെങ്കിലും അല്ല ഏതെങ്കിലും ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കണ്ടിരിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. തഫക്കുറു സാഅത്തിൻ ഖൈറും മിൻ അൽഫി റക്അഅന, ഒരു മണിക്കൂർ അള്ളാഹിനെ പറ്റി ചിന്തിക്കുന്നത് 1000 റക്അത്തിനേക്കാളും ഖൈറാണെന്ന് വരെ ഹദീസിൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി കാണുന്നുണ്ട്. ഒന്നുമില്ല, അന്ന് കോർണിഷിക്ക് പോവുക, അവിടെ ഔറത്തായിട്ട് നടക്കണോലെ കാണാനല്ല, അവിടെ പോയിട്ട് ഇരിക്കുകയാണ്. എന്റെ ആ ഒരു ആകാശവും കടലും, അല്ലെങ്കിൽ ആ തിരമാലകൾ, അള്ളാഹുവിന്റെ ഭൂമിയുടെ അത്ഭുതം, സൂര്യന്റെ അസ്തമയം അനുഭവിക്കാൻ ആ സന്ധ്യാനേരത്തെ, ഇതൊക്കെ ഭയങ്കര ഹൃദയത്തിന് ഇത്ര സന്തോഷം കിട്ടുന്ന സംഗതി ഇല്ല മുമ്പിനെ.
അള്ളാഹുവിന്റെ ഈ ലോകം, അള്ളാഹുവിനെ പറ്റി നമ്മൾ ചിന്തിപ്പിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഈ സന്തോഷം ഭയങ്കരമാണ്. ഇത് കണ്ടിരിക്കൽ കൂലിയുള്ള വിഷയമാണ്. അള്ളാഹുവിന്റെ പ്രകൃതിയെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കാൻ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും. നമ്മൾ വിചാരിക്കും ഈ കോമഡി കണ്ടാലും സന്തോഷം വരിക. എന്ത് സന്തോഷം എന്നാ പറയുന്നത്? മനുഷ്യന്മാരാകെ ചിരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക. ചിരി വന്നാലും ഇല്ലെങ്കിലാണ് ചിരിച്ചുകൂടാ. എന്തിനായി ചിരിക്കണത്? ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ? പിന്നെ ഒന്നുമില്ല. അതല്ല സന്തോഷം. അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുമ്പോഴായി സന്തോഷം. എന്റെ റബ്ബേ, ആ സൂര്യൻ പോയിക്കൊണ്ട് എന്റെ ഭൂമിയെ എന്റെ റബ്ബ് കൊണ്ടുപോയി തിരിച്ചിങ്ങനെ കൊണ്ടിരിക്കുകയാണല്ലേ. എന്റെ ഭൂമി ഇങ്ങനെ മറയിലേക്ക് പോവാൻ അള്ളാഹു അസ്തമയം സംഭവിപ്പിച്ചു. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്, ഈ അസ്തമയത്തിന്റെ ഉടമസ്ഥൻ എന്റെ റബ്ബാണ്. അതാനും മഗ്രിബിന്റെ അതാൻ അപ്പോഴേക്കും പോവാണ്. യാ അള്ളാഹ്, തൊട്ടടുത്ത പള്ളിയിലേക്ക് നിസ്കാരത്തിലേക്കും എത്തി. എന്തൊരു റാഹത്ത്! സുബ്ഹാനല്ലാഹ്. സ്വലാത്തുൽ ഇശ്റാഖ്, സൂര്യൻ ഉദിച്ചു വരുന്നത് കാണുകയാണ്. സൂര്യൻ ഉദിച്ചു വന്നൊരു കുന്തത്തിന്റെ മുഴത്തോളം ഉയർന്നു കഴിഞ്ഞാൽ, പറഞ്ഞാൽ ഉദിച്ചൊരു 20 മിനിറ്റ് കഴിഞ്ഞാൽ റക്അത്തൈൽ ഇശ്റാഖ്, റക്അത്തൈൽ ദുഹ, ഇശ്റാഖിന്റെയോ ദുഹാഇന്റെയോ 2 റക്അത്ത് നിസ്കരിക്കുക. യാ അല്ലാഹ്, ഇന്നത്തെ ദിവസം അല്ലാഹു ഈ സൂര്യനെ ഉദിപ്പിച്ചു തന്നല്ലോ. ഈ ദിവസത്തേക്ക് എന്നെ അല്ലാഹു വിട്ടു തന്നല്ലോ. എന്നെ മരിപ്പിച്ചില്ലല്ലോ. ഞാൻ ഇന്ന് ഹയാത്തിലുണ്ടല്ലോ. യാ അല്ലാഹ്, എനിക്കൊരു പ്രഭാതം കിട്ടി. അസ്ബഹ്നാ വഅസ്ബഹൽ മുൽക്കു ലില്ലാഹ്, അല്ലാഹു ഞങ്ങൾക്ക് നേരം വെളുത്തു, അല്ലാഹുവിനാണ് ഇപ്പോഴും അധികാരം. അംസൈനാ വഅംസൽ മുൽക്കു ലില്ലാഹ്, ഞങ്ങൾക്ക് വൈകുന്നേരമായി വൈകുന്നേരത്തിന്റെ അധികാരവും അല്ലാഹുവിനാണ്. ആ സ്വബാഹ് അദ്കാറു സ്വബാഹി വൽ മസാ, രാവിലെ വൈകുന്നേരം ദിക്റൊക്കെ ചൊല്ലി അല്ലാഹുവിനെ സംബന്ധിച്ച് ധ്യാനിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ സന്തോഷം എവിടുന്ന് കിട്ടും? ഇത് കൂലിയാണ്. തഫക്കുറു സാഅ, അല്ലാഹുവിനെ സംബന്ധിച്ച് ആലോചിക്കുകയാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അന്നൊരിക്കൽ ചന്ദ്രനെ കാണിച്ചു കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, വഹൽ തുദാമൂന ഫീ റുഅയത്തിൽ ബദ്രി ലൈലത്തുൽ ഖമർ, റുഅയത്തുൽ ഖമരി ലൈലത്തുൽ ബദർ. 14-ാം രാവിന്റെ ഈ ചന്ദ്രനെ കാണാൻ സ്വഹാബത്തെ നിങ്ങൾ ആർക്കെങ്കിലും തിക്കും തിരക്കും കൂടാനുണ്ടോ എന്ന് പറഞ്ഞാൽ ആളെ കാണുന്നില്ല. അപ്പൊ ജമ്പെ ഒരാളുടെ തോളിൽ ചാടിയിട്ട് നോക്കേണ്ട ആവശ്യമുണ്ടോ ഈ ചന്ദ്രനെ കാണാൻ? ഓരോരുത്തർക്കും അവനവൻ നിൽക്കുന്നിടത്ത് കാണാൻ പറ്റുന്നില്ലേ? എങ്കിൽ ഇന്നകും സതറൂന റബ്ബകും കമാ തറൂനൽ ഖമറ ലൈലത്തുൽ ബദർ, 14-ാം രാവിലെ ചന്ദ്രനെ നിങ്ങൾ തിക്കും തിരക്കും കൂടാതെ കാണുന്ന പോലെ നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാനുള്ള അവസരം നാളെ റബ്ബ് നിങ്ങൾക്ക് തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനാണ് മുഅ്മിൻ ഒരു ആഗ്രഹം, മരിക്കാൻ കൊതി വരലപ്പോഴാണ് റബ്ബെ മരിച്ചാലേ അള്ളാനെ കാണാൻ പറ്റുള്ളൂ. എന്റെ റബ്ബിനെ കാണാൻ പറ്റുമല്ലോ. ഇതൊക്കെ പടച്ച റബ്ബുണ്ടല്ലോ, എനിക്ക് റബ്ബിനൊന്ന് കാണണ്ടേ. ആ റബ്ബിനെ കാണാനുള്ള അവസരം കിട്ടണമെങ്കിൽ ആഖിറമേ. അതുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരെ അവരെ കാണണമെന്ന് അള്ളാഹു കൊതിക്കുന്ന അല്ലേ? അതല്ല ഹദീസ്. വമൻ കരിഹ ലിഖാ അല്ലാഹ്, അല്ലാഹുവിനെ കാണണമെന്ന് വെറുക്കുന്നവർ കരിഹ അല്ലാഹു ലിഖാഅഹ്, അവരെ കാണാൻ അല്ലാഹുക്ക് വെറുപ്പ് തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാണാൻ കൊതി തോന്നണമെന്നായി. നാളെ മശ്റയിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? സ്വർഗ്ഗണ്ട്, അവിടെ ഹൂറുൽ ലീനുകളുണ്ട്, അവിടെ മറ്റു സൗകര്യങ്ങളുണ്ടൊക്കെ. ഹൂറുൽ ലീനുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ വിഷയം വരുമ്പോഴൊക്കെ ചെറുപ്പക്കാർക്ക് എന്താ ഇപ്പൊ പെണ്ണുങ്ങൾക്കൊന്നും പറയാത്തത് അല്ലേ? പെണ്ണുങ്ങളത് ആലോചിക്കണില്ല, ആണുങ്ങൾക്ക് വലിയ ബേജാറ് അല്ലേ? ഇൻഷാ അല്ലാ നമ്മുടെ വചനപ്പൊരുളെന്ന പരിപാടി നടക്കുന്നുണ്ടല്ലോ. ഇൻഷാ അല്ലാ നമ്മളെ സ്വർഗത്തിന്റെ വിഷയം എത്തുമ്പോൾ വിശദമായിട്ടപ്പോ പറയാം. പക്ഷെ അതിന്റെ ഒരു വിഷയം, അതിന്റെ ഒരു മറുപടി ഇപ്പൊ പറയൂ. അത് 2 കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ പറയാം, എല്ലാ അനുഗ്രഹങ്ങളും അതിന്റെയൊക്കെ വലിയ അനുഗ്രഹം അള്ളാഹുവിനെ കാണലാണ്. ഇതാണ് ഇപ്പം പറയാൻ പോകുന്ന വിഷയം. ഇടക്ക് അങ്ങ് സൂചിപ്പിക്കുകയാണ്. ഖുർആനിന്റെ ഒരു പ്രയോഗമുണ്ട്. അള്ളാഹുവിന്റെ വാക്കുകൾ ഭയങ്കര കണിശമാണ്, അങ്ങേയറ്റം മോഡസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ അള്ളാഹു തആല അതിന്റെ ലജ്ജയോ നാണമോ ഉള്ള വിഷയങ്ങൾ അല്ലാഹു തആല അങ്ങനെ കൈകാര്യം ചെയ്യുള്ളൂ. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറഞ്ഞ ഭാഗം നമ്മൾ മുമ്പൊരിക്കലും ഓർത്തിട്ടുണ്ട്. യൂസുഫ് നബിന്റെ സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹി സ്വലാമിനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ച ആ ഭാഗം ഖുർആൻ അവതരിപ്പിക്കുന്ന എന്തൊരു രസകരമായ പദപ്രയോഗങ്ങളാണ്. ഒരു വൈകാരിക ചിന്ത പോലും വരൂല എന്നാണ്. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുണ്ട് എന്ന് പറയുന്നതോ, പെണ്ണുങ്ങൾക്ക് നാളെ അല്ലാഹു തആല പുരുഷന്മാരെ കൊടുക്കും എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ കൾച്ചറിൽ, വിശേഷിച്ച് അറബികളുടെ കൾച്ചറിൽ വളരെ മോശപ്പെട്ടൊരു പ്രയോഗമാണ്. അത് പറഞ്ഞില്ല എന്നാണ്. അല്ലാഹു ആ ഭാഗം പറഞ്ഞില്ല. എന്തു പറഞ്ഞു? ഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസ്, എല്ലാ ശരീരങ്ങൾക്കും എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ അവിടെ കിട്ടും. അതിൽ പെണ്ണുങ്ങൾക്ക് പെട്ടോ പെട്ടില്ലേ? പെട്ടു. പക്ഷെ അല്ലാഹു അത് പറയില്ല. അറബികളുടെ കൾച്ചറിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ പാടില്ല എന്നാ. നമ്മുടെ നാട്ടിൽ പറയാം, എന്താ ഭാര്യയ്ക്ക് കുട്ടികൾക്ക് സുഖമല്ലേ ചോദിക്കും. പക്ഷെ അറബികളുടെ കൾച്ചറിൽ ചോദിച്ചാൽ ഭയങ്കര ഒഫൻസീവാണത്.
ഭാര്യനെ പറ്റി, ഫീമെയിൽ മെമ്പറിനെ പറ്റി ചോദിക്കാൻ പാടില്ല എന്നാ കുടുംബത്തിലെ. പെങ്ങൾക്ക് സുഖമാണോ എന്ന് അറബിയോട് ചോദിക്കാൻ പാടില്ല. മറുപടിയൊക്കെ പറഞ്ഞു തരും, പക്ഷെ സുഖമില്ലാത്ത ചോദ്യമാണ്. അങ്ങനെയാണ്. ഒരു ഫീമെയിൽ മെമ്പർ, കുടുംബത്തിലെ ഒരു പെണ്ണിനെ പറ്റി ചോദിക്കാൻ പാടില്ല എന്നാ, ഓർക്ക് സുഖമാണോ അല്ലേ എന്ന്. അൺലെസ് ഷീ ഈസ് യുവർ വൈഫ്, അല്ലാതെ ചോദിക്കാൻ പാടില്ല എന്നാ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞില്ല എന്നാ അതിൽ അത്ഭുതം. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുണ്ട് എന്ന് അള്ളാഹ് പറയാറിയാത്തതുകൊണ്ട് അത് അറബ് സംസ്കാരത്തിലും ഇസ്ലാമിന്റെ വാക്കുകൾ പറയേണ്ട ആ ഒരു ഭയങ്കര മനോഹരമായ ഭാഷാ ഭംഗിയുടെ വിഷയമാണത്. ഖുർആനിന്റെ ആശയഭംഗിയാണ് പറയുന്നത്. ഖുർആൻ കൈകൊള്ളുന്ന സ്വഭാവ മഹിമയാണ് പറയുന്നത്. പെണ്ണുങ്ങൾക്ക് എന്തുണ്ടെന്ന് അല്ലാഹു തആല പറഞ്ഞില്ല. എന്തു പറഞ്ഞു? ഫീഹാ മാ തസ്തഹീഹിൽ അൻഫുസ് വതലദ്ദുൽ അഅ്യുൻ. നിങ്ങൾക്ക് കണ്ടാൽ ആനന്ദം തോന്നുന്നതും നിങ്ങളുടെ ശരീരത്തിന് എന്തൊക്കെ കൊതിയുണ്ടോ അതൊക്കെ അവിടെ ഉണ്ട് ട്ടോ. അതിൽ പെട്ടു, ഇതൊക്കെ അതിൽ പെട്ടുകഴിഞ്ഞ് പിന്നെ അല്ലാഹു പറയൂല. പിന്നെ മറ്റൊരു വിഷയം, സ്വർഗത്തിലെത്തിയാൽ പോലും പുരുഷൻ ഡിപ്പെൻഡന്റ് ആണെന്നാണ്. പുരുഷന് ആസ്വാദനം കിട്ടണമെങ്കിൽ ഒരു പെണ്ണ് വേണമെന്നാണ് സ്വർഗത്തിലെത്തിയാലും. പക്ഷേ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനില്ലാതെ തന്നെ അവൾക്ക് ആനന്ദം കൊടുക്കാൻ അല്ലാഹുവിന് കഴിയുമെങ്കിൽ അതാണ് ഒരു സ്ത്രീയുടെ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു എന്നാണ്. ദുന്യാവിൽ അവർക്കൊരു ദുഅഫ് അല്ലാഹു കൊടുത്തൊരു ബലഹീനത കൊടുത്തിട്ടുണ്ട്. ദുന്യാവിൽ ഒരാണിന്റെ ബലത്തിൽ അവർ ജീവിക്കുന്നത്. നാളെ സ്വർഗത്തിൽ നിങ്ങളുടെ ആവശ്യമില്ലടോ എന്ന്. യാ അല്ലാഹ്, നേരെ മറിച്ച് ഒരു പുരുഷനാണ് നീ, നിനക്ക് നിന്റെ ആസ്വാദനം പൂർത്തിയാവേണമെങ്കിൽ നാളെ നിനക്കൊരു പെണ്ണ് വേണം, നിനക്ക് നിന്റെ ഭാര്യ വേണം, ഹൂറുലീനുകൾ വേണം. നീ അപ്പോഴും ഡിപ്പെൻഡന്റാ. നിന്റെ ആസ്വാദനത്തിന് ഒരു ഫീമെയിൽ പാർട്ട്ണർ നിനക്ക് വേണം. പക്ഷെ പെണ്ണ് നാളെ അവൾക്ക് സ്വന്തമായ അസ്തിത്വം അല്ലാഹു നൽകുകയാണ്. എന്റെ അവൾക്ക് നിന്റെ ആവശ്യമില്ലടോ. അതാണ്. ഇങ്ങനെ രണ്ടർത്ഥത്തിലാണ് ഖുർആനിന്റെ ഈ ആശയങ്ങൾ ഉലമാ പഠിപ്പിക്കുന്നത്. അങ്ങനെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. എന്തേ ഇപ്പൊ അല്ലാഹു അത് പറയാനത്? വലിയ പക്ഷേ അവിടെ എത്തിപ്പെടുന്നതിനെ പറ്റി ആലോചിച്ച് നോക്കി. അവിടെ എത്തിയിട്ട് എന്താ അത് പിന്നെ ആലോചിക്കുക. അവിടെ എത്തനാണ് വിഷയം. നാളെ സ്വർഗലോകത്തേക്ക് എത്തിയാൽ ഏറ്റവും വലിയ ആസ്വാദനം റുഅയത്തുല്ലാഹ്, അല്ലാഹുവിനെ കാണലാണ്. അല്ലാഹുവിനെ കാണലാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ. ലോകത്ത് നന്മ ചെയ്ത് ജീവിച്ച ആളുകൾക്ക് നാളെ അല്ലാഹു സ്വർഗം കൊടുക്കും. അൽ ഹുസ്ന വസിയാദ, സ്വർഗത്തിലെത്തിയിട്ട് കുറച്ച് ഏറെ കൊടുക്കും. കാരണം സ്വർഗത്തിന്റെ ജുസ്ഇന്റെ ഭാഗമല്ല അല്ലാഹു തആല, നിങ്ങൾക്ക് സ്വർഗവും അതിലേറെയും തരും. ആ ഏറെ എന്ന് പറഞ്ഞത് റുഅയത്തുല്ലാഹ്, അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യമാണ്. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി ഫയൻസൗന അൻ-നഈമ ഇദാ റഅൂഹു ഫയാ ഖുസ്റാന അഹ്ലൽ ഇഅ്തിസാലി. അല്ലാഹുവിനെ കാണാൻ പറ്റുന്നത് വലിയൊരു സൗഭാഗ്യമല്ലേ? യറാഹുൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ കാണും. ബിഗൈരി കൈഫിൻ, എങ്ങനെ നമുക്കറിയില്ല. വഇദ്റാകിൻ, എന്താണ് അല്ലാഹു അതൊന്നും നമുക്കറിയുന്നില്ല. വദർബിൻ മിൻ മിസാലി, ഒരു ഉദാഹരണം പറഞ്ഞു എങ്ങനെയാ കാഴ്ച, ഇതൊന്നും പറയാൻ പറ്റില്ല. അല്ലാഹുവിനെ കാണും. എങ്ങനെ? വൽ കൈഫ മജ്ഹൂലൻ വൽ ഈമാനു ബിഹി വാജിബ്. അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. അത് എങ്ങനെയെന്ന് നമുക്കറിയൂല. അതാണ്. പക്ഷെ അള്ളാഹിനെ കാണും. സ്വഹീഹായ ഹദീസുകളിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് റബ്ബിനെ കാണാൻ പറ്റും. അത് കണ്ടാൽ ഫയൻസൗന അൻ-നഈമ ഇദാ റഅൂഹു ഫയാ ഖുസ്റാന അഹ്ലൽ ഇഅ്തിസാലി. അല്ലാഹുവിനെ കണ്ടാൽ പിന്നെ ഒരു ഹൂറുലിനും നിനക്ക് വേണ്ട, ഒരു ഭക്ഷണവും നിനക്ക് വേണ്ട, ഒരു ആസ്വാദനവും വേണ്ട, എല്ലാം മറക്കും. നോക്കി അങ്ങനെ ഇരിക്കുന്നതാണ്. അല്ലാഹുവിലേക്ക് നോക്കി വർഷങ്ങളോളം ഇമവട്ടാതെ നോക്കി നിൽക്കുന്ന അത്രയും ഭംഗിയുള്ളവനാണ്. ഇന്നല്ലാഹ ജമീലുൻ, അല്ലാഹു ഭംഗിയുള്ളവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കണ്ടുവന്നത് ഒരേ ഒരാൾ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. നോക്കിങ്ങനെ ഇരിക്കുന്നതാണ്. നൂറ്റാണ്ടുകളോളം നോക്കിയിരിക്കും കണ്ണിമവട്ടാതെ. ആ ഭാഗ്യം സ്വർഗലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ആനന്ദം അതാണെന്നാണ്. ഭക്ഷണം, നമ്മൾ കാഴ്ചയുടെ ആനന്ദം അങ്ങനെയാണല്ലോ. ഒരു വയസ്സായൊരു പെണ്ണിന്റെ നമ്മുടെ പത്രത്തിലൊക്കെ എന്താ, സോണിയാനെ കാണാൻ വേണ്ടി വന്നതെന്ന്. 70-75 വയസ്സിന്റെ താത്താക്ക് ആ പൂരി വെയിലത്ത് 4 മണിക്കൂറായി ഭക്ഷണം കുടിക്കാതെ ഇരിക്കുന്നത്. എന്ത് സോണിയാനെ കാണാൻ വന്ന ഉണ്ടെന്നോ. അപ്പോ ഈ സോണിയാനെ കാണാൻ വന്നിട്ട് മുപ്പത്തേക്ക് ചൂടറിയണില്ല, ദാഹം അറിയണില്ല, വിശപ്പ് അറിയണില്ല. പിന്നെ അള്ളാനെ കാണുമ്പോൾ മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്താ? അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ആ ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാ. എല്ലാം മറക്കുന്ന, പിന്നെ ഒരു ആനന്ദവും ഓർമ്മ വരൂല, ഒരാനന്ദം ഓർമ്മ വരൂല. അള്ളാഹുവിന്റെ വജ്ഹിലേക്ക് നോക്കിയിരിക്കും. ഇല്ല വജ്ഹ, അത് എപ്പോഴും അവിടെ ഉണ്ട്.
ദുൽ ജലാലി വൽ ഇക്റാം, അള്ളാഹു ബഹുമാനം അർഹിക്കുന്നവനും ഏറ്റവും വലിയ ആദരവഹിക്കുന്നവനുമാണ് അള്ളാഹു. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പ്രയോഗങ്ങൾ ആദരവിലും ബഹുമാനത്തിലേ നമുക്ക് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഉലമായിൽ ഒറ്റ കാര്യം കൂടെ പറയാം. നമ്മുടെ ഉലമായിൽ നമ്മൾ പറയാം, അറബ് പത്രത്തിൽ അള്ളാഹുവിന്റെ പേരുള്ളത് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഭക്ഷണം കഴിക്കാനൊന്നും ഇരിക്കേണ്ട. അതിലൊക്കെ ചിലപ്പോൾ കളിക്കാരുടെ പേരുണ്ട്, സ്പോർട്സ് പേജായക്കാര റിയാല, അതിലുണ്ടാവും കളിക്കാരന്റെ പേര്, ഒന്ന് ഇബ്രാഹിം, മറ്റേ അബ്ദുള്ള, മറ്റേ അബ്ദുറഹ്മാൻ, അഹമ്മദ്, ഇതൊക്കെ വന്ദിക്കപ്പെടുന്ന പേരുകളാണ്. പിന്നെ നമ്മുടെ വൈദ്യര് കാടോട്ടാൻ പോയ മാതിരി ആയിപ്പോവില്ലേ ഇതിലെ. ഇനിയിപ്പോ എന്ത് തെരഞ്ഞിട്ടും ഒന്നിനും പറ്റാത്തൊരു ചെടി കാണില്ല. എങ്ങനെ നോക്കിയാലും ഒരു അറബ് പത്രത്തിൽ അള്ളാഹുവിന്റെ ഒരു ഇസ്മ വരും എന്തായാലും. ക്രിസ്ത്യാനികൾ പോലും അവരുടെ അറബ് പത്രത്തിൽ അള്ളാഹ് പ്രയോഗിക്കുക. അത് നമുക്ക് മുഅല്ലമായൊരു വാക്കാണ്. നമ്മൾ ബഹുമാനിക്കുന്ന അള്ളാഹ് സ്രഷ്ടാവിന്റെ പേരല്ലേ അത്. അത് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ എല്ലും കോലൊക്കെ ഇട്ടിട്ട് ചുരുട്ടിമടക്കി വേസ്റ്റ് കിടാൻ പറ്റൂലല്ലോ. ഇത് എല്ലാ ഭാഷക്കും ബാധകമാണ്. അതാണ് ഞാൻ ഇവിടെ ഇന്ന് പറയുന്നത്. അറബ് ഭാഷയിലുള്ള അത് മലയാളത്തിലാണെന്ന് വിചാരിക്കുക. ഇസ്ലാമിന്റെ ആർട്ടിക്കിൾ നടക്കുന്ന ഒരു മാസികയാണെന്ന് വിചാരിക്കുക. അള്ളാഹ് ദീനിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. അതിലും നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഒന്ന് ഷ്രെഡ് ചെയ്ത് കളയെ, അല്ലെങ്കിൽ അത് ബേൺ ചെയ്ത് കളയെ, അല്ലെങ്കിൽ അത് ക്ലീൻ ആക്കി ഡിസ്പോസ് നമ്മുടെ റീസൈക്കിളിലേക്ക് കൊടുക്കേ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്ത് കച്ചറയ്ക്ക് ഏത് ഭാഷയിലായാലും ദീനിന്റെ വിഷയം ബഹുമാനിക്കണം. ഇത് ഇംഗ്ലീഷിൽ എഴുതിയ പുസ്തകമാണ്, ഇംഗ്ലീഷിലുള്ള ഒരു പേപ്പറാണ്. പക്ഷെ അതിന്റെ ആർട്ടിക്കിൾ ഇസ്ലാമിനെ പറ്റിയാണ്, അള്ളാഹിനെ പറ്റിയാണ്, റസൂലിനെ പറ്റിയാണ്, ദീനിനെ സംബന്ധിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യരുത്, അതിന് ഡിസ്റെസ്പെക്ട് ചെയ്ത് ദുൽ ജലാലി വൽ ഇക്റാം, ഇത് നിങ്ങൾ ബഹുമാനിക്കേണ്ട ആളാണ്. അള്ളാഹു നമുക്ക് റബ്ബിനെ കാണാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മൾ 8:35 തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ നമുക്കൊരു 8:40 തുടങ്ങി 10 മിനിറ്റ് കൂടെ അങ്ങോട്ടാക്കാം. അങ്ങനെ സമയം ഒന്നിരിക്കല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 8:40 നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങാം. അടുത്ത ക്ലാസ് ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ ശനിയാഴ്ച ഇവിടെ വേറെ ഒരു അത്യാവശ്യ പരിപാടി, അംബാസഡറോ ഒരാൾ വരുന്നുണ്ട്, പുതിയ ഇന്ത്യൻ അംബാസഡർ, അയാൾ മലയാളിയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു സ്വീകരണ പരിപാടി ഇവിടെ നടക്കുന്നുള്ളതുകൊണ്ട് അത്തരം ആളുകളുടെ VIP-കളുടെ അവരുടെ സമയത്തിനനുസരിച്ച് നമ്മൾ ഒരുങ്ങിയേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ക്ലാസിന്റെ വിഷയമുണ്ട്, വലിയ ഒരു പ്രയാസമൊക്കെ നമ്മുടെ പ്രവർത്തകർക്ക് ഉണ്ടായി എന്നൊക്കെ അറിയാൻ പറ്റി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫ്ലെക്സിബിളാണ്. എന്ത് ചെയ്യുക, അതാണ് നമ്മളെ ദീന് പഠിപ്പിക്കുന്നത്. ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ വിദേശികളായി താമസിക്കുന്ന ആൾക്കാരാണ്, നമുക്ക് എന്തെങ്കിലും വിഷയമെന്ന് സമീപിക്കേണ്ട ആൾക്കാരാണ്. ഓരൊക്കെ ഒന്ന് ബഹുമാനിച്ചാലും ഓർക്കൊന്ന് ആദരവ് കൊടുക്കലൊക്കെ എന്താണ് ആവശ്യമാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ആ ഒരു പ്രോഗ്രാം ശനിയാഴ്ച ഇവിടെ നടക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തതല്ല, പ്രീപോണ്ട് ചെയ്തു, ഒന്ന് മുമ്പോട്ടാക്കി. വ്യാഴാഴ്ചയാണ് ഇൻഷാ അള്ളാഹ് ക്ലാസ് ഉണ്ടാവുക. അത് അടുത്ത ആഴ്ചത്തേക്ക് മാത്രം. നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് അങ്ങനെ തന്നെയാണ്, മഗ്‌രിബിന് ശേഷം വ്യാഴാഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇൻഷാ അള്ളാഹ് ശനിയാഴ്ച അല്ല. ആരെങ്കിലും ഇന്ന് ഇവിടെ സ്ഥിരം വരുന്നവർ ഇന്ന് വന്നിട്ടില്ല, അവരോടൊക്കെ ഒന്ന് പറയിച്ചു കൊടുക്കുക. സാധു വസ്തുക്കാരി ഇവിടെ എത്തുമ്പോഴേ കുറച്ചോൻ എന്ന് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അത് വലിയ ഇടങ്ങാറാണ് അല്ലേ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലും ഇൻഷാ അള്ളാഹ് അത് അറിയിക്കേണ്ട രീതിയിലൊക്കെ അറിയിക്കും. പിന്നെ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. അടുത്ത വ്യാഴാഴ്ചയാണ്. സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ എത്തുക ഇൻഷാ അള്ളാഹ്. അള്ളാഹു എല്ലാ വിഷയത്തിലും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അവിടെ ഉണ്ട്. നമ്മുടെ ഹിജ്റ കലണ്ടർ, SKSF-ന്റെ കലണ്ടർ ഇവിടെ ലഭ്യമാണ്. ഇതെങ്ങനെ കൊടുക്കണത്? 5 ദിർഹം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് വാങ്ങിച്ചേക്കണം ഈ കലണ്ടർ. അൽഹംദുലില്ലാഹ്. വിജ്ഞാനം വിനയം സേവനം SKSF-ന്റെ പേരിൽ ഇറക്കിയിട്ടുള്ള ഹിജ്റ കലണ്ടറാണ്. എല്ലാം ഉണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മുടെ കൗണ്ടറിൽ ലഭ്യമാണ്. നമ്മുടെ റബീഉൽ ആഖിറാണ്. ബഹുമാനപ്പെട്ട സമസ്ത ജമിഅത്തുൽ ഉലമയുടെ മഹാന്മാരായ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട ഗനിയത്ത് ഉസ്താദും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയ്ക്ക് അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹുമാ ജമീഅ, അവരെ പോലെയുള്ള ഒരുപാട് മഹാന്മാർ, പിന്നെ അവരൊക്കെ വഫാത്തായ മാസാണ്. അല്ലാഹു തആല അവരുടെയൊക്കെ ദറജകൾ ഉയർത്തിക്കൊടുക്കുകയും അല്ലാഹു തആല അവരുടെ ഖബറിലേക്ക് നൂറും പ്രകാശവും സലാമത്തും തുമഈനത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒഴിച്ചുകൂടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയൊക്കെ അനുസ്മരണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കണം. അൽഹംദുലില്ലാഹ്. അവരൊക്കെ ജീവിച്ചുപോയ വലിയ ഗ്രന്ഥങ്ങളാണ്, അതൊക്കെ മനസ്സിലാക്കണം. അവർ ജീവിതത്തിൽ നൽകിച്ചുപോയ മെസ്സേജുകൾ നമ്മൾ മനസ്സിലാക്കുക. വലിയ വലിയ ആലിമ്യങ്ങളാണ്. അല്ലാഹു തആല അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ ലിഖാഇൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മർഹൂം നാട്ടിക ഉസ്താദിന്റെ ഉമ്മ ഏതാനും മിനിറ്റുകൾ കൊണ്ടുകൂടെ മരണപ്പെട്ടു എന്നൂടെ വിവരം ലഭിച്ചു. അല്ലാഹു തആല ആ ഉമ്മാക്ക്
മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഉമ്മ എത്തിച്ചേരുന്ന സ്ഥലത്ത് അല്ലാഹു തആല പ്രകാശം നൽകുമാറാകട്ടെ. അവരുടെ പുത്രനും ദീനിന് ഒരുപാട് സേവനം ചെയ്ത അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ധീരനായ പടയാളിയായിരുന്ന മഹാനായ നാട്ടിക ഉസ്താദ് അല്ലാഹു തആല ഉസ്താദിന്റെയും ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഉമ്മയും മകനും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ അവരെയും നമ്മയും നമ്മുടെ കുടുംബങ്ങളെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. SKSF മലപ്പുറം ജില്ലാ കമ്മിറ്റി വരുന്ന വെള്ളിയാഴ്ച ഇവിടെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ സംബന്ധിച്ചും ഗണ്ണിയത്ത് ഉസ്താദിനെ സംബന്ധിച്ചും ജീലാനി ഷെയ്ഖ് അവറുകളെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു അനുസ്മരണ പരിപാടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു 1 day ക്യാമ്പ് മലപ്പുറം ജില്ലാ SKSF ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് സെന്ററിൽ. ആ പരിപാടി സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അത് വിജയിപ്പിക്കുമാറാകട്ടെ. അത് കഫാറത്തുന്ന നല്ല മനുഷ്യന്മാരെ പറ്റി പറയുന്നത് പാപങ്ങൾ പൊറുപ്പിക്കുന്നതാണ്. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ചില ഖബറുകൾ തുറന്ന് അതിൽ മറ്റു മയ്യിത്തുകൾ അടക്കം ചെയ്യുന്നതായി കാണുന്നു. അങ്ങനെ ചെയ്യാൻ പാടുള്ളതാണ്, കുഴപ്പമില്ല. അതൊക്കെ സ്വഹാബത്തിന്റെ കാലം മുതൽ താബിഈങ്ങളുടെ കാലം മുതലൊക്കെ ചെയ്തു വരുന്ന സംഗതികളാണ്. എന്ന് വെച്ചാൽ മറവ് ചെയ്യാൻ വേറെ ഇടമില്ല. അങ്ങനെയാണെങ്കിൽ പഴയ ഖബറുകൾ തുറക്കാം. എന്ത് ചെയ്യുക, അതിൽ മയ്യിത്തുണ്ടെങ്കിൽ അത് അവിടെ തന്നെ മൂടിവെക്കണം. ഇല്ല, അവിടെ മയ്യിത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ അതിൽ വേറെ മയ്യിത്തുകളെ മറവ് ചെയ്യുന്നതിന് എന്തില്ല, ശരീഅത്തിൽ വിരോധമില്ല. പിന്നെ മയ്യിത്ത് നിസ്കാരത്തിന് സ്വഫ് കെട്ടുന്ന രീതിയെ സംബന്ധിച്ച് ചോദിച്ചു. സ്വഫ് കെട്ടുന്നത് സാധാ നിസ്കാരത്തിന്റെ രീതിയിൽ സ്വഫ് ചെയ്താലും മയ്യിത്ത് നിസ്കാരത്തിന് പറ്റും. പക്ഷേ നമ്മളൊരു പിഴവ് വരാതിരിക്കാൻ വേണ്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ അടുത്തടുത്ത് സ്വഫ് വളരെ അടുത്ത് കൈ വെക്കാൻ പോലും ഗ്യാപ്പില്ലാത്ത രീതി അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ സ്ഥലമില്ലാത്തടത്ത് സ്ക്യൂസ് ചെയ്ത് നിൽക്കേണ്ടി വരും. ചെറിയൊരു ഇടമാണ്, കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിറച്ച് കൈ ഉയർത്താനുള്ള ഒരു ഗ്യാപ്പും ഒരു സൗകര്യം ഉണ്ടായാൽ അങ്ങനെയാണ് നമ്മൾ സ്വഫ് ചെയ്യേണ്ടത്. ഒരു വിശാലത ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ എങ്ങാനും റുക്കൂ ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് വന്ന രണ്ടാമത്തെ തക്ബീറിൽ റുക്കൂയിൽ പോയി പോകും. നേരെ അടുത്തുക്കുമ്പോൾ ആ ഒരു തെറ്റ് പറ്റൂല. അങ്ങനെ ഒരു സൗകര്യം ഉള്ളത് കൊണ്ടാണ്, ആ ഒരു ഹിക്മത്തിന് വേണ്ടി ആയിരിക്കണം. അല്ലാഹു ആലം. പക്ഷേ വല്ലാണ്ടങ്ങ് ടൈറ്റ് ചെയ്യുന്നിട്ട് കൈ വെക്കാൻ പോലും വയ്യ, പുറത്തുള്ള ആളെ മുമ്പിലുള്ള ആളെ വീഴ്ത്തി തട്ടോ, അങ്ങനെ ആവണ്ട. ഒന്ന് ഗ്യാപ്പിൽ നിൽക്കുന്നതാണ് നല്ലത്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മളൊക്കെ മരിച്ചാൽ മയ്യിത്ത് നിസ്കരിക്കാനുള്ള ആൾക്കാർ അല്ലാഹു തയ്യാറാക്കുമാറാകട്ടെ. അല്ലേ, അതൊരു വലിയ വിഷയമാണ്. യാ അല്ലാഹ്, നമ്മളിവിടെ കുറെ ആൾക്കാർ മരിച്ചു നിങ്ങൾ വായിക്കുക, പിന്നെ നമ്മൾ മരിച്ചു എന്നാ കാര്യം പിന്നെ വായിക്കപ്പെടാ. ഇതൊക്കെ നടക്കണ്ടേ? നമുക്ക് തോന്നി നമ്മൾ മരിക്കൂലെന്നല്ലേ തോന്നുന്നത് അല്ലേ? പത്രത്തിലും ചരമോളം ബഹുമാനപ്പെട്ട ഐദ്രൂസ് മുസ്ലിയാർ തൊയ്യിബ് ഉസ്താദിന്റെ ഉപ്പ താൽഹുദയുടെ, എന്നാലും നമ്മൾ താൽഹുദന്റെ പരിപാടികൾ നടന്നില്ലേ, താൽഹുദയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ ഉസ്താദ്. പത്രം കിട്ടിയ ആദ്യം നോക്കുക ചരമകോളാണ്. നമ്മൾ ചെറുപ്പക്കാർ ആദ്യം സ്പോർട്സ് പേജ് ആദ്യം നോക്കുക ചരമകോളാണ്. അത് ഭയങ്കര മെസ്സേജാണ്. ആര് മരിച്ചുപോയി, ദുന്യാവിലെ എല്ലാ ക്ലോസ് ഓഫ് ദ ബിസിനസ് എല്ലാം നിർത്തിയിട്ട് പോവാണ്. ആരൊക്കെ പോയി എന്നറിയണം. അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാനോ ദ്വാരക്കാനോ ഉസ്താദ് എപ്പോഴും നോക്കിയിരുന്ന അതായിരുന്നു. യാ അല്ലാഹ്. അപ്പോ നമ്മൾ ആലോചിക്കുക, അങ്ങനെയൊക്കെ ഒരു ഞെട്ടലൊക്കെ വരും. ആദ്യം ഒരാൾ മരിച്ചു നമുക്ക് പെട്ടെന്ന് ഞെട്ടി യാ അല്ലാഹ്, പിന്നെ നമ്മൾ മറക്കുകയാണ്. ആ ഓർമ്മ ഉണ്ടാവുക, അതിനുവേണ്ടി അധ്വാനിക്കുക, അതിനുവേണ്ടി അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവെ നീ നിന്റെ എന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും അനാദരവുണ്ടോ? അതിൽ അനാദരവ് വരരുത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച, നമ്മൾ മുമ്പൊക്കെ പറഞ്ഞുപോയ വിഷയമാണ്. അള്ളാഹുവെ നീ എന്ന് പറയുന്നത് അവിടെ എന്താ പിന്നെ പകരം പറയാ ഭാഷയില്? ഒന്നുകിൽ പടച്ചോനെ നിങ്ങൾ എന്ന് പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോ അത് പ്ലൂരലിന്റെ പ്രയോഗമാണ്. അങ്ങനെ വരുമ്പോൾ ഒന്നിലേറെ പടച്ചോനുണ്ടോ എന്ന് കേൾക്കുന്നവന് തോന്നിപ്പോകും, വിളിക്കണമെന്ന് തോന്നൂല്ല, കുഴപ്പമില്ല. പക്ഷേ കേൾക്കുമ്പോൾ അത് പ്ലൂരലാണ്. പ്ലൂരൽ പ്രയോഗിക്കുമ്പോൾ അത് പറ്റില്ല. പിന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് അത് എന്ന് പറയാനും പറ്റില്ല. അള്ളാഹു ഹയ്യാൻ, ജീവനുള്ളവനാണ് റബ്ബ്. അപ്പൊ അത് എന്ന് പറയാൻ ജീവനില്ലാത്തതിന് പറയുന്ന പ്രയോഗം അതും പറ്റൂല. അവൾ എന്ന് പറഞ്ഞാൽ അത് ഫെമിനിനാണ്, ഫെമിനിന് മാത്രം പറയുന്ന പ്രയോഗമാണ്. അള്ളാഹു പെണ്ണല്ല, അള്ളാഹു ആണല്ല, അള്ളാഹുവിന്റെ ജെൻഡർ എന്ന് കണക്കാക്കാൻ പാടില്ല. പിന്നെ ആകെ നമ്മുടെ കയ്യിലുള്ള ഓപ്ഷൻ ഹീ, അവൻ എന്നൊരു പ്രയോഗമേ ഉള്ളൂ. അതല്ലാതെ ഭാഷയിൽ വേറെ പ്രയോഗമല്ല. എന്ത് ചെയ്യാൻ പറ്റും? അറബിയിൽ അൻസ എന്ന് പറഞ്ഞാൽ വലിയ പ്രസിഡന്റിനും അൻസ എന്നാ പറയാ, വേലക്കാരനോടും അൻസ എന്നാ പറയാം. അറബിയിൽ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ നമ്മുടെ ഭാഷകളിലൊക്കെ പ്രത്യേകിച്ച് അത് ഒരു ഭയങ്കര വിഷയമാണ്. പക്ഷെ നമുക്ക് ഭാഷയിൽ വേറൊരു വാക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ നീ,
അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ എന്ന് പറയുന്നത് ബഹുമാനിക്കപ്പെടാത്തത് കൊണ്ടല്ല. ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ട ആരാണ്? നമ്പർ 1 അള്ളാഹുവാണ്. നമ്പർ 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ഹുബ്ബ് തോന്നേണ്ടത് ആദ്യമായ ഹുബ്ബ് ആരോടാ? അള്ളാഹുവിനോടാണ്. രണ്ടാമത്തെ ഹുബ്ബ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെ ഒരു പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പ്രയോഗിക്കുന്നവരെ നമ്മൾ അതിൽ ഒട്ടും ബഹുമാനക്കുറവ് വരരുത്. ബഹുമാനിക്കാത്തത് കൊണ്ടല്ലാതെ ഭാഷയിൽ നമുക്ക് അങ്ങനെ പറ്റുള്ളൂ, വേറെ വാക്കില്ല. മറ്റുള്ളതൊക്കെ വേറെ പലരും ഉപയോഗിക്കുന്ന വാക്കുകളായതുകൊണ്ടാണ്. അത് വിഷയം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ പറ്റുന്നില്ല, വീണ്ടും ചെയ്തു പോകുന്ന പ്രതിവിധി എന്താണ്? നമ്മുടെ ഉലമാ പറയാണ്, ഏതെങ്കിലും ഒരാൾ ഒരു തെറ്റിൽ നിന്ന് 7 പ്രാവശ്യം മാറി നിന്നാൽ ലൻ യബ്തലിഹു അല്ലാഹു ബിദംബിൻ തറകഹു മിൻ അജ്ലിഹി 7 മററാത്ത്. 7 പ്രാവശ്യം നമ്മൾ അതിനെ ഒഴിവായിട്ടുണ്ട്. ചില ആളുകൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില തെറ്റുകൾ ഉണ്ടാവും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പാട്ട് കേൾക്കാതെ മ്യൂസിക് കേൾക്കാതെ ഉറക്കം വരില്ല. ചിലർക്ക് മോശമായ കാര്യങ്ങൾ കാണേണ്ടി വരും, അല്ലെങ്കിൽ അത് കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് വായിക്കേണ്ടി വരും. ചില ആളുകൾക്ക് മറ്റെന്തെങ്കിലും ഹാങ് ഔട്ടുകൾ ഉണ്ടാവും. ചിലർക്ക് വെള്ളൂടെയായിരിക്കും, ചിലർക്ക് തോന്നിയ വ്യഭിചരിക്കലേക്കാരം. ഇങ്ങനെ മനുഷ്യൻ ചെയ്തു പോരുന്ന തെറ്റുകൾ നമ്മൾ നമ്മുടെ ശരീരത്തെ അള്ളാഹുവിനെ ഇവിടെ പിടിച്ചു വെച്ചു. പടച്ചോനത് ഞാൻ ചെയ്യൂല റബ്ബേ, ഇത് നിനക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ കേട്ടതാണ്, ഞാൻ പഠിച്ചതാണ്, ഞാൻ അറിഞ്ഞ മനുഷ്യനാണ്, ഞാനത് ചെയ്യാൻ പാടില്ലല്ലോ അള്ളാഹ് പടച്ചോനെ ഞാൻ ആ ഒരു പിടിച്ചു നിൽക്കൽ അത് ഭയങ്കര പ്രയാസമാണ്. അത് 1 പ്രാവശ്യം ചെയ്തു, അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. പിന്നൊരിക്കലും ഇതേ തോന്നൽ വന്നു, ചെയ്യൂല റബ്ബേ, ഞാനത് തുറക്കൂല, ഞാനത് കാണൂല, ഞാനത് കേൾക്കൂല പടച്ചോനെ, ഞാനത് ചെയ്യൂല. രണ്ടാമതും പിടിച്ചു. 3, 4, 5, 6, 7 പ്രാവശ്യം അങ്ങനെ ഒരു ടെംപ്റ്റേഷൻ വന്നിട്ട് നമ്മൾ അതിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ ആ തെറ്റുകൊണ്ട് അള്ളാഹു ആ മനുഷ്യനെ പരീക്ഷിക്കൂല എന്ന് നമ്മുടെ ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ചെറുപ്പക്കാർക്ക് വിശേഷിച്ചു യൗവനത്തിന്റെ സമയം ഭയങ്കര ടെംപ്റ്റേഷൻ വരുന്ന കാലാണ്. അങ്ങനെ കൂട്ടുകാരും കുടുംബങ്ങളും നാട്ടുകാരും കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാ. ആ കൂട്ടത്തിൽ അങ്ങനെ പോകാൻ എത്ര ആൾക്കാരുണ്ടാവും. മുഅ്മിനീങ്ങളിപ്പോ കുറെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരുപാട് ചെറുപ്പക്കാർ, ഇവിടെ ഉള്ളവര്, ഈ വിസ പാസ്പോർട്ട് ഉള്ളവർക്കെല്ലാം ഇപ്പൊ ഇവിടെ എത്താൻ പറ്റുള്ളൂ. ഇവിടെ ഉള്ള നമ്മുടെ ചെറുപ്പക്കാർ, വിശേഷിച്ച് നമ്മുടെ മലബാർ ഏരിയകൾ, കണ്ണൂരും കാസർഗോഡൊക്കെ ഉള്ള വളരെ നല്ല അള്ളാഹു ദുന്യാവ് കൊണ്ട് അവരെ പരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാം, ദുന്യാവ് കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെന്നല്ല പറയാം, ദുന്യാവ് കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾ വഴിതെറ്റ് ജീവിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അങ്ങനെ ചെത്തിപ്പൊളിച്ച് അങ്ങനെ നടക്കുകയാണ്. വാപ്പാരുണ്ടാക്കിയിട്ട് വാപ്പാരെ കച്ചവടം ഉണ്ട്, അതും വെച്ചോ കാറെടുത്ത് നടക്കുകയാണ്. ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അവന്റെ എല്ലാ തോന്നിവാസങ്ങളും നടക്കുന്നുണ്ട്. അള്ളാഹിനെ പറ്റി ഒന്നും അറിയില്ല, നിസ്കരിച്ചിട്ടില്ല, എവിടേക്കോ ബാംഗ്ലൂരിൽ പോയി പഠിച്ചു, അവിടെ ചെയ്യാൻ പറ്റുന്ന തോന്നിയാസങ്ങളൊക്കെ പരമാവധി ചെയ്തു പോകുന്നു. വേറെവിടെങ്കിലും പോയി പഠിച്ചു, അവിടെ കുറെ സിനയും വ്യഭിചാരം കള്ളുകൂടിയൊക്കെ അവിടെയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് വന്നൊരു ജോലി കിട്ടിയതാ. ഇത് അല്ലാഹു ചെയ്യുന്ന ഭയങ്കര പരീക്ഷണ. ഈ ചെറുപ്പക്കാർക്ക് അള്ളാഹിനെ പറ്റി അറിയാനൊരവസരം ഈ സെന്ററോ ഇസ്ലാമിക് സെന്ററോ ഇവിടെ ഏത് ക്ലാസ് ആവട്ടെ, ശനിയാഴ്ചത്തെ ക്ലാസ് എന്നല്ല ഞാൻ പറഞ്ഞത്, ദീനെ പറ്റി നടക്കുന്ന ഒരു സംരംഭം അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരിക്കൽ വന്നിരിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത് നമ്മുടെ ബാധ്യത. ഓനെ കൊണ്ടുവരാൻ നീ ഒരിക്കലും വാ സഹോദര, നല്ല ഒരു റോക്ക് മ്യൂസിക് നടക്കണമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നാൽ മതി. ഇവിടെ എത്തിയിട്ട് അവൻ തിരിഞ്ഞാൽ മതി, ഇത് ഖുർആൻ ക്ലാസ്സാണ്. അതിനെ വരുള്ളൂ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നു. ഓനെ ഇരുത്തുക. നിങ്ങളുടെ ബാധ്യത തീർന്നു. അത് കേൾക്കലോ അതനുസരിക്കലോ അതിന് ഉത്തരം കൊടുക്കലോ അവന്റെ ബാധ്യതയാണ്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ഇവനോട് പറഞ്ഞില്ല എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കും. നമ്മൾ ഖുർആൻ ക്ലാസ് കിട്ടും നല്ല റാഹത്തിൽ അന്തസ്സിൽ ഈമാൻ പുതുങ്ങിയിട്ടും ഈമാൻ ശുദ്ധീകരിച്ചിട്ടും കൽബ് നന്നാക്കിയിട്ടും റൂം പോയി കിടന്നുറങ്ങാൻ നിസ്കരിച്ച് എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന് ഒരു ദിവസം ചെയ്തുകൊണ്ടൊക്കെ ചെയ്തിട്ടാ പോണത്. റൂമിൽ ഒട്ടോടത്തും കള്ളുടിച്ച് കിടക്കുന്നുണ്ട്. അല്ല, തീരെ നിസ്കരിക്കാതെ നമ്മുടെ റൂമിൽ കിടക്കുന്നുണ്ട്. ഇവനോട് ഒരു ദിവസം നിസ്കരിക്കേണ്ട മോനെ, നിസ്കരിക്കാൻ നീ വരുന്നില്ലേ, നിനക്ക് മരിച്ചു പോണ്ടേ, എന്താണ് പരലോകം, എന്താ ഖബർ നിനക്കറിയോ, നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മളോട് ചോദിക്കും. നിന്റെ റൂമിലല്ലേ ഉണ്ടായത്? ബാച്ചലർ റൂം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ബാധ്യത വരും. അതില് ഭയങ്കര രസമാണ് ഒരുമിച്ച് ജീവിക്കാൻ, പക്ഷെ അതിൽ ബാധ്യതകളുണ്ട്. എല്ലാവരും നന്നായാൽ മാഷാ അള്ളാഹ്. പക്ഷേ എല്ലായിടത്തും അങ്ങനെ ആവില്ലല്ലോ. പല ജാതിക്കാരും പല കോലക്കാരും അല്ലേ. ഇവർക്ക് പറഞ്ഞു കൊടുക്കുക, ഒന്നുകൂടെ എത്തിച്ചു കൊടുക്കുക, പിന്നെ ഉപയോഗിക്കോട്ടെ. എത്രയോ അമ്പിയാക്കന്മാർ നാളെ മഹ്ശറായിലേക്ക് വരും, ഒരു മുഅ്മിന് പോലും അവരുടെ കൂടെ ഉണ്ടാവില്ല എന്നാ. അമ്പിയാക്കന്മാർ, അല്ലാഹു അയച്ച നബിമാർ, ഒരാളും അവരെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നാളെ മഹ്ശറായിലേക്ക് വരും നബി വമഅഹു വാഹിദുൻ ഔ ഇസ്നാൻ. ചില നബിന്റെ കൂടെ ഒരാളെ ഉണ്ടാവില്ല, രണ്ടാളെ ഉണ്ടാവുള്ളൂ. ചില നബിമാരെ ആരുമില്ല.
പിന്നെ വരും സവാദുൽ അഅ്ലം, വലിയൊരു കൂട്ടം, ഒരു കറുത്ത കർമേഘം കൂടി നിൽക്കുന്ന പോലെ സവാദുൽ അഅ്ലം, വലിയൊരു ജനക്കൂട്ടം. ഹാദിഹി ഉമ്മത്തുക യാ റസൂലല്ലാഹ്, യാ നബിയേ ഇത് അങ്ങയുടെ ഉമ്മത്തികളാണെന്ന് ഹബീബിനോട് പറയപ്പെടുമെന്ന് റസൂലുള്ളാഹി. ആ ഉമ്മത്തികളിലേക്ക് ചേരണം. യാ അല്ലാഹ്, അമ്പിയാക്കന്മാർ പറഞ്ഞു കൊടുത്തു, കേൾക്കാത്ത ഒരുപാട്. അതുകൊണ്ടാണ് ഒരാൾ പോലും ഒരു നബിന്റെ കൂടെയും വരാത്തത്. അങ്ങനെ വരും. നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ നമ്മൾ ഇനി എന്ത് പറഞ്ഞു? ഇസ്ലാമിനെ സ്ഥാപിക്കാനോ തൗഹീദ് സ്ഥാപിക്കാനോ നമ്മളിപ്പോ സ്രഷ്ടാവിനെ അറിയാന്നോ റസൂലിനെ അറിയാന്നൊക്കെ, എന്നാലും ചില കൂട്ടർക്ക് ഇത് അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല, എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് റിജക്ട് ചെയ്യാൻ പറ്റും. എന്ത് കൺവിൻസിംഗ് ആയിട്ടൊരു ഡിബേറ്റുകൾ കാണിച്ചു കൊടുത്തോളൂ. പക്ഷെ ജനങ്ങൾ അങ്ങനെയാണ്. ചോയ്സ്. ഒരാൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, റിജക്ട് ചെയ്യാം. പക്ഷെ അള്ളാന്റെ മുമ്പിൽ അവരോട് നാളെ ചോദ്യം. നമ്മുടെ ബാധ്യത തീർന്നു, അറിയിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരിവിടെ അടിച്ചു പൊളിച്ച് നടക്കുന്നുണ്ട്. പൊളിക്കെന്ന് പറഞ്ഞാൽ അവന്റെ ആഹാരം പൊളിച്ച് നടക്കുക എന്നാണ് ഞാൻ പറയാം. മരിച്ചു ചെന്ന എന്താ അവസ്ഥ, അവന്റെ ആ ഖബറിലേക്ക് ചെന്ന് കാണാം. അവരൊക്കെ ഒന്ന് അറിയിക്കുക. നമ്മളിവിടെ വന്നു പോവുക, അങ്ങനെ അൽഹംദുലില്ലാ ഒന്ന് രണ്ടാളെങ്കിലും അറിയിച്ചു കൊടുക്കുക. ദീൻ പഠിക്കാനുള്ള അവസരം ഉണ്ടായിക്കോട്ടെ. ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മുടെ മക്കളെല്ലാവരെയും അള്ളാഹു നന്നാക്കുമാറാകട്ടെ. വിശേഷിച്ച് നമ്മുടെ യുവതലമുറയെ അള്ളാഹു തആല നന്നാക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ്. പിന്നെ നമ്മുടെ പരിശുദ്ധ ഉംറക്ക് നമ്മൾ ഫ്ലൈറ്റ് വഴി ഇൻഷാ അള്ളാഹ് നമ്മുടെ സെന്ററിലൂടെ പോകുന്നുണ്ട്. ആ വിവരം നിങ്ങൾ അറിയിക്കുകയാണ്. ഏപ്രിൽ 1 അല്ലേ? അത് നവാസ് നമ്മൾ പോണ പരിപാടിയാണ് ഈ പറയണത്? അല്ല, വേറെയാണ്. സാങ്കേതിക പ്രശ്നം, അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാന്നേ. ഉംറക്ക് പോവാണ്, ഏത് സെന്റർ നടത്തിയാലും, ഏത് സുന്നി സെന്റർ നടത്തുകയാണെങ്കിലോ ഇസ്ലാമിക് സെന്റർ നടത്തുകയാണെങ്കിലോ നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഏത് ഈ സാങ്കേതികത, നമ്മൾ ഈ ദീനൊക്കെ പറയുമ്പോൾ എന്താ ഈ സാങ്കേതികത? ഉംറക്ക് പോകുന്നുണ്ട് ഇൻഷാ അള്ളാഹ്. ഇവിടെ ഏപ്രിൽ 1 ഇവിടുന്ന് സെന്ററിൽ നിന്ന് ഇൻഷാ അള്ളാഹ് ഇവിടുന്ന് ഫ്ലൈറ്റിൽ ഉംറക്ക് പോകുന്നുണ്ട്. നമ്മുടെ സുന്നി സെന്ററിൽ നിന്ന് ഇൻഷാ അള്ളാഹ് ഞാനും കുറച്ച് ആളുകളും കൂടി നമ്മുടെ നവാസ് നമ്മുടെ അമീറായിട്ട് ഇൻഷാ അള്ളാഹ് ഞങ്ങളൊരു ഏപ്രിൽ 3 ഫ്ലൈറ്റിന് ഉംറക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ബുക്കായിട്ടുണ്ട്. പക്ഷേ ഈ സാങ്കേതിക കാരണം കൊണ്ട് നമ്മൾ പറയായിരുന്നത് അവിടെ. ഇനിയിപ്പോൾ പറയാണ് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഏകദേശം കഴിഞ്ഞു, അത് ഫ്ലൈറ്റ് ബുക്കായി കഴിഞ്ഞു. പക്ഷേ ഈ സാങ്കേതിക വിഷയം നമ്മൾ സംഘാടകർ ഇരുന്ന് ആലോചിക്കേണ്ട, അത്രയും ഇടുങ്ങണ്ട. നമ്മളൊക്കെ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും അള്ളാഹ്ക്ക് വെളിപ്പെടുക്കാൻ ഇത് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ആളെ കുറയോ? അങ്ങനെയൊന്നും ഇല്ല. പോരൂലേ? തൗഫീഖുല്ലോ ആരപ്പം പോരൂലേ? അപ്പോൾ നമുക്ക് അങ്ങനെ വേദികളുടെ സാങ്കേതികത്വം ഉണ്ട്. അതൊക്കെ വല്ലാണ്ട് ഹൃദയം ഇങ്ങനെ ചുരുങ്ങുമ്പോൾ വരുന്ന തോന്നലാ. ഒന്നും അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുക. ഞാൻ പിന്നെ അതുകൊണ്ട് ഒരു സംഘാടകർക്ക് വിഷമം വരേണ്ട വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു ഉംറ പോക്കുണ്ട് നിങ്ങളോട് പറയാതിരുന്നത്. ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കൂടെ പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ സംഗതി കഴിഞ്ഞു, എല്ലാ ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞു, അത് അറിയിക്കേണ്ട പത്രത്തിലൊക്കെ അറിയിച്ചു. അതിന് ആൾക്കാർ പോകാനുള്ള ആൾക്കാരായി കഴിഞ്ഞു. ഇൻഷാ അള്ളാഹ് ഇനി ഏപ്രിൽ 1 സെന്ററിൽ നിന്ന് ഇസ്ലാമിക് സെന്ററിന്റെ വക അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിലേക്ക് ഇൻഷാ അള്ളാഹ് എന്ത് ചെയ്യാം, താല്പര്യമുള്ള ആളുകൾ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടുന്ന് വാങ്ങിക്കുക, നമ്മുടെ സെന്ററിലെ വിഷയം അറിയിക്കുക. അള്ളാഹു തആല ഇതൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് അങ്ങനെയാണ് വിഷയങ്ങളുടെ. എനിക്ക് ഭയങ്കര വിഷമാണ് അതൊക്കെ. നമ്മൾ ഈ സാങ്കേതിക ഈഗോകളൊക്കെ ഒന്ന് നിർത്താൻ സമയമായിട്ടുണ്ടല്ലേ? നിങ്ങൾ അതാണെങ്കിൽ ഇവിടെ പറയേണ്ട, മറ്റേ സംഘടനയാണെങ്കിൽ ഇവിടെ പറയേണ്ട. നമ്മളൊക്കെ നമ്മൾ തന്നെയല്ലേ? സുന്നി സെന്റർ നമ്മൾ തന്നെയാണ്, SKSF നമ്മൾ തന്നെ, ഇസ്ലാമിക് സെന്ററോ എല്ലാം നമ്മൾ ഈ ഒരുമിച്ച് കൂടുന്ന ആൾക്കാരെന്നല്ലേ ഉള്ളൂ. ഏതായാലും ടൈം കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത കൊല്ലം മുതൽ നമ്മൾ നേരത്തെ പറയുകയാണെങ്കിൽ അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോ അൽഹംദുലില്ലാഹ് ഈ സംഘാടകരെ മാത്രം എത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. ചില എല്ലാ ചെറിയ ഒരു പനഡോളിന്റെ ചില അസുഖങ്ങളുണ്ട്. പനഡോൾ കൊടുത്താൽ ശരിയാവുന്ന വിഷയങ്ങളാണ്. പക്ഷെ അപ്പോ ആരെയും കുറ്റപ്പെടുത്താനല്ല, ചെറിയ തോന്നലുകൾ, ചെറിയ മനസ്സാവുമ്പോൾ അങ്ങനെ തോന്നുകയെന്നാ. എന്ത് നമ്മളെ വേദി എന്നാ പറയാം? എന്ത് നമ്മളെ വേദി? ഒക്കെ ദീനിന്റെ വേദിയല്ലേ? അള്ളാഹു ഉണ്ടാക്കി തന്ന മെമ്പറല്ലേ? ദീനിന്റെ വിഷയങ്ങളാണെങ്കിൽ അല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും വല്ല പ്രോജക്റ്റ് അതൊന്നും ഇവിടെ പറയണ്ട. ദീനിന്റെ വിഷയം അങ്ങോട്ടൊക്കെ ആയിക്കോട്ടെ. അറിയുന്നവർക്ക് നന്മയിലേക്ക് വരാൻ അവസരമല്ല. ബസ്സിന് പോവുക, ഉംറ ഫ്ലൈറ്റിന് പോവുക, കപ്പലിന് പോവുക, എങ്ങനെ പോയിക്കോട്ടെ. ആ വിവരം അറിയിച്ചു കൊടുത്താൽ കുറെ ആൾക്ക് ഉപകാരപ്പെടുമല്ലോ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞതിനെ പറ്റി പറയല്ല. അള്ളാഹു തആല നമ്മുടെ യാത്രകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ വിഷയങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. സമയം വല്ലാണ്ട് വൈകിയും തോന്നുന്നു.